ഫാമിലിയായിട്ടല്ല സമയം പോകുന്നത്. എല്ലാവരും ജോലി സ്ഥലത്താണ്. ജോലി ചെയ്യുന്ന എന്തിനാണ്? ഈ വീട്ടിലത്തെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയില്ല. അത് മറന്നു പോകുന്നു പലപ്പോഴും ഈ ജോലിക്ക് പിന്നാലെ പോകുമ്പോൾ. അത് ആ ഒരു സിസ്റ്റം ഗവൺമെന്റ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വെച്ചാൽ എല്ലാവരും ഓണ്ടർപ്രണേഴ്സ് ആവണം എന്നല്ല പറയുന്നത്. ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കണം. പക്ഷെ സ്ട്രഗിൾ ചെയ്യരുത്. ഫാമിലിയായിട്ട് സമയം സ്പെൻഡ് ആക്കാൻ പറ്റണം. അതിനാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് സമയം സ്പെൻഡ് ചെയ്ത് പൈസ കിട്ടും. ഇപ്പം പൈസ സ്പെൻഡ് ചെയ്ത് സമയം പിടിക്കും. തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഇൻകം കോച്ച് മുഹമ്മദ് സാർ. എൻ്റെ ഒരു പേഴ്സണൽ മെൻറ്റർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഈ തിരക്ക് പിടിച്ച സമയത്തിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അദ്ദേഹം വന്നേക്കുകയാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. സർ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. ദിസ് ഈസ് എ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് അവർ പോഡ്കാസ്റ്റ്. യുനോ, ഒരുപാട് നാളത്തെ എൻ്റെ ഡ്രീമായിട്ടുള്ള എൻ്റെ കമ്പനിയുടെ സോഫ്റ്റ് ലോഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ ഫസ്റ്റത്തെ ഒരു പോഡ്കാസ്റ്റ് സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ പറയാനായിട്ട് ഭാഗ്യം ലഭിച്ചു ഞങ്ങൾക്ക്. അപ്പോൾ വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് സർ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു 3 ഇയേഴ്സിൻ്റെ അടുത്ത് പരിചയമുണ്ടല്ലേ. ഈ ഒരു 3 ഇയേഴ്സിൽ ഞാൻ ആക്ച്വലി ബ്രോനെ കണ്ടു തുടങ്ങുന്ന ആ ഒരു പെട്ടെന്നായിരുന്നു ബ്രോൻ്റെ ഇൻസ്റ്റ ഗ്രോ ചെയ്തതും. അതുപോലെ ആ ഒരു ഗ്രോത്തിൻ്റെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് പെട്ടെന്നായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് പറയാമോ സ്റ്റെഫോ? എനിക്ക് തോന്നുന്നത് ദാറ്റ് വാസ് ജസ്റ്റ് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. അതായത് ഞാൻ പണി പണ്ടേ എടുക്കുന്നുണ്ടായിരുന്നു. അത് ഒരു ടു ആൻ എക്സ്റ്റെൻറ്റ് വരെ നമ്മൾ കാണിക്കുന്നുള്ളൂ നമ്മൾ പണിയെടുക്കുന്നത്. പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ഒരു സർട്ടൺ സ്റ്റേജ് എത്താൻ നേരത്തെ ആൾക്കാർ ചോദ്യം ചെയ്ത് തുടങ്ങും. ആ സമയത്ത് നമുക്ക് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ വർക്കാവുന്നുണ്ട് എന്ന് കാണിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ, കൂടുതൽ എക്സ്പോസ് ചെയ്ത് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ട്രാക്ഷൻ കൂടി. അങ്ങനെ ഒരു ഗ്രോത്ത് ആയതാണ് ഈ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിട്ട് കാണുന്നത്. ആക്ച്വലി എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ പിറകിൽ ഒരുപാട് എഫേർട്സ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പം ഒബ്വിയസ്ലി പെട്ടെന്ന് ഗ്രോത്ത് വരാൻ നേരത്തെയുള്ള പുതിയതായിട്ട് ഒരാൾ പ്രൊഫൈൽ കാണുന്നതോ എന്താണെങ്കിലും നമ്മൾ പണ്ടേ ഇങ്ങനെ പണിയെടുത്തോണ്ട് അവിടെ എത്തിയപ്പോൾ ആ ഒരു ഗ്രോത്ത് വന്നു എന്നേ ഉള്ളൂ. പെട്ടെന്നായിട്ടൊന്നും സംഭവിച്ചൊന്നുമില്ല. പക്ഷെ ബ്രോൻ്റെ ഒരു ജേണി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അവിടെ നിന്ന് ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള കാരണം പാരൻസ് ആണ്. ഞാൻ UK പോയതായിരുന്നു. അപ്പം UK എല്ലാവരുടെയും ലൈഫ് അറിയാലോ. അവിടെ ജോലി ചെയ്ത് അവിടെ അങ്ങ് സ്റ്റക്കാണ്. അപ്പോൾ എനിക്ക് പാരൻസിനെ കാണണം. അവർ നാട്ടിലാണ്. അപ്പോൾ അവരെ കാണാൻ പോകണമെങ്കിൽ നമ്മൾ ജോലിക്ക് കയറിയാൽ 30 days ആണ് ആനുവൽ ലീവ് UK. 30 ദിവസം മാത്രം കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോൾ കാണാൻ തോന്നിക്കുന്നോ അപ്പോൾ കാണാൻ പോകണം. അപ്പോൾ അതിനൊരു ഫ്രീഡം വേണം. ആ ഫ്രീഡം തിരക്കി പോയപ്പോഴാണ് വർക്ക് ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു മറ്റു കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരുപാട് യുവാക്കൾക്ക് പല പല സ്കാംസിൽ പോയി പെടുന്നവരാണ് കൂടുതൽ ചെറുപ്പക്കാർ. അപ്പോൾ അവർക്കൊരു എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ ബ്രോന് ഇതുവരെയുള്ള എൻ്റെ ഒരു ഇതിൽ എനിക്ക് ബ്രോ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു ഉറങ്ങുമ്പോൾ പോലും എന്നെനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് സാധിക്കുന്നത്? അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെപ്പറ്റി ഒന്ന് പറയാം. സോ നമ്മളെല്ലാവരും പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വി ട്രേഡ് അവർ ടൈം ഫോർ മണി. അതായത് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്. ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ സമയം കൺസ്യൂം ചെയ്യണം. അപ്പോൾ ടൈം കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഗോ സംവെയർ ഫിസിക്കലി ആൻഡ് ഡു സംതിങ് ആൻഡ് ദെൻ യു ഗെറ്റ് പെയ്ഡ് അവർലി, അല്ലെങ്കിൽ മന്ത്ലി ബേസിൽ എങ്ങനെയെങ്കിലും കാശ് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ പോയി എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ പൈസ കിട്ടുമ്പോഴാണ് കുറച്ചും കൂടെ ഫ്രീഡം കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ച് അത് കാരണം യു ഗെറ്റ് സം ഇൻകം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു വീട് വാങ്ങിച്ച് ആ വീട്ടിൽ വാടകക്കാരെ കയറ്റിയാൽ വാടകക്കാർ പൈസ തരും. നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലത്തെ പാസീവായിട്ടുള്ള ഇൻകം ഐഡിയാസാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, പൈസയല്ല, എനിക്ക് ഫ്രീഡമാണ്. എനിക്ക് പാരൻസിനെ കാണാൻ പോകണം, എനിക്ക് മക്കളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം. അപ്പം അതിന് ഫ്രീഡം വേണം. ഇപ്പോൾ ഒരുപാട് ജോലി ചെയ്താൽ ഒരുപാട് പൈസ കിട്ടും. അപ്പോഴും പൈസയുള്ളൂ, ഫ്രീഡം ഇല്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുക, പൈസ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാവുന്നേ ഉള്ളൂ, ഫ്രീഡം കിട്ടില്ല. ഫ്രീഡം കിട്ടുന്ന രീതിയിൽ ഇൻകം ജനറേഷനാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ റെൻ്റൽ ഇൻകം പോലെ അത് എനിക്ക് കംപ്ലീറ്റ്ലി പാസീവായിട്ട് ഡിജിറ്റൽ പ്രോഡക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈവൻ വെൻ യു ആർ നോട്ട് ആക്റ്റീവ്ലി ട്രേഡിങ് യുവർ ടൈം യു സ്റ്റിൽ ഗെറ്റ് പെയ്ഡ്. അങ്ങനെയാണ് ഉറങ്ങാൻ നേരത്തെയും പൈസ കിട്ടുക,
എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഡൗട്ട്, അതായത് ഇപ്പം നമ്മളൊരു റെന്റൽ ഇൻകത്തിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് വാങ്ങിച്ചിട്ടാണ് അത് റെന്റിന് കൊടുക്കുന്നത്. അത് വാങ്ങിക്കാനുള്ള ആ ഒരു എമൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പം അതിൻ്റെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതേപോലെ എല്ലാ കാര്യത്തിനും പാസീവിനും ഒരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിന്റെ കാര്യം അതിനെപ്പറ്റി. അതെ അതെ, നമ്മൾ ആദ്യം ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ചെയ്തു വെക്കണം. അത് ചെയ്ത് വെക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി പാസീവ് അല്ല, ഒരു 90-80% പാസീവായിട്ട് ഇൻകം കിട്ടുന്നത്. അപ്പം ആദ്യം ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് എല്ലാവരെയും പോലെ തന്നെ എനിക്കും സംശയം ഉണ്ടായിരുന്നു. പിന്നെ അത് സീക്ക് ചെയ്ത് പോകുന്നൊരു ജേണിയായിരുന്നു. അപ്പം എന്താണ് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്നത്? അപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ ലാൻഡ് ലോഡ് ഒരു ലേഡി, 70-80 ഇയേഴ്സ് ഓൾഡ് ആയിരുന്നു. പുള്ളിക്കാരത്തി വന്ന് എൻ്റെ അടുത്ത് നിന്ന് റെൻ്റൊക്കെ കളക്ട് ചെയ്ത് പോയി. അങ്ങനെ എൻ്റെ ടെനൻറ്റ്, എൻ്റെ അപ്പുറത്തെ റൂമിൽ താമസിക്കുന്ന ടെനൻറ്റ് പറഞ്ഞു പുള്ളിക്കാരത്തേക്ക് 11 വീടുണ്ടെന്ന് പറഞ്ഞു. ഓരോ വീട്ടിൽ നിന്നും 2.5-3 ലക്ഷം രൂപ വെച്ച് വാടക. അപ്പോൾ വീടിൻ്റെ പേയ്മെൻറ്റ് ഒരു 1-1.5 കവർ ചെയ്താലും 2 ലക്ഷം രൂപ മന്ത്ലി കിട്ടുന്നുണ്ട്. അത് കണക്കൊരു 11 വീട് അന്ന് കേട്ടോ, 4-5 വർഷം മുന്നേ. ഇപ്പം എത്ര വീടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ പുള്ളിക്കാരത്തി വരുന്നു, റെൻറ്റ് കളക്ട് ചെയ്യുന്ന സുഖമാണോ എന്ന് ചോദിച്ചിട്ട് അവർ പോകുന്നു. അപ്പോൾ ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ്. അതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ സമയത്ത് ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ പഠിച്ചു കഴിഞ്ഞാലും ഞാൻ നോക്കി കണക്കൂട്ടി നോക്കി എനിക്ക് എത്ര കിട്ടും സാലറി ആയിട്ട്. അത് 5 ദിവസം ജോലി ചെയ്താൽ നാട്ടിൽ പോകാൻ പറ്റില്ല, ഇതാണ് ഇൻകം. പുള്ളിക്കാരത്തി ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുന്നത്. പുള്ളിക്കാരത്തിക്ക് ഇൻകം കിട്ടുന്നു. പുള്ളിക്കാരത്തി എങ്ങനെ ഇത്രയും വീട് വാങ്ങിച്ച്? അപ്പോൾ വീട് വാങ്ങിക്കാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് UK-യിലായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കി. ഡെപ്പോസിറ്റ് വേണം. ഒബ്വിയസ്ലി ഡെപ്പോസിറ്റ് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്താലേ പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഡെപ്പോസിറ്റ് ഇനി അടുത്ത് എങ്ങനെ ഉണ്ടാക്കും, അതിനുള്ള ജേണി. അങ്ങനെയാണ് ഓരോ പ്രോപ്പർട്ടി സ്ട്രാറ്റജീസ് ചെയ്ത് തുടങ്ങി. അവിടുന്ന് ഇൻകം ജനറേറ്റ് ചെയ്ത്, അവിടുന്ന് നമ്മൾ ഓരോ മെൻറ്റേഴ്സിനെ എടുത്ത് സ്കിൽസ് കൂട്ടാൻ വേണ്ടി ചെയ്ത് നമ്മൾ പല ആസ്പെക്ട്സിൽ സ്കിൽസ് ഞാൻ പഠിച്ച് അതെല്ലാം ഒരു കൺസൾട്ടേഷൻ പോലെ ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ ഒരു 3-4 ബിസിനസ്സായിട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ഒരു ഇനിഷ്യൽ സ്ട്രഗിള് മാറ്റുന്ന കാര്യങ്ങൾ പഠിച്ച് അതിനകത്തൊരു എക്സ്പേർട്ടായിട്ട് മാറിയത്. ബ്രോന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ബ്രോന്റെ ലെസൺസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മളാണെങ്കിലും കുറേ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു പാത്ത് അറിയാത്തതുകൊണ്ട് നമ്മൾ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ലാസ്റ്റ് ചിലപ്പോൾ ആ ഒരു കാര്യമായിരിക്കും വിന്നിങ് എന്ന് പറയുന്ന ഒരു പോയിന്റ് വരുന്നത്. അപ്പോൾ ആ ഒരു വിന്നിങ് പോയിന്റിൽ എത്തുന്ന വരെ നമ്മൾ മാക്സിമം ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും എടുക്കുന്ന കാര്യങ്ങളൊക്കെ അബദ്ധമായി പോകാറുണ്ട്. എനിക്ക് പോയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ബ്രോയ്ക്ക് ആ ഒരു എക്സ്പീരിയൻസ്, അതായത് ബ്രോ ഇതേപോലെ കുറേ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞാൽ. ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്ത കാര്യം തന്നെയായിരുന്നു എനിക്ക് ആദ്യമേ വിൻ ചെയ്തത്. സോ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ ചെയ്ത കാര്യത്തിൽ ഞാൻ ഫെയിൽ ആയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഗ്രൂപ്പിൽ കയറി. ആ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എല്ലാവരും ചെയ്യുന്നുണ്ട്. അവരുടെ റിസൾട്ട് ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് എൻ്റെ പ്രശ്നമാണ്. എനിക്ക് അതിനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും കിട്ടുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനഫ് എഫേർട്ട് ഇടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല. അപ്പം ഞാൻ എഫേർട്ട് കൂടുതൽ ഇടണം, ഞാൻ കൂടുതൽ പഠിക്കണം. അങ്ങനെ അത് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി. പിന്നീട് ഞാൻ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ട്രൈ ചെയ്തു, എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. അപ്പോഴും അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം ഓരോരുത്തർ പറയും ഡ്രോപ്പ് ഷിപ്പിംഗ്, ട്രേഡിങ്, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല ആൾക്കാരും ചെയ്യാറുണ്ട്. ഇത് ഞാൻ ട്രൈ ചെയ്ത് പക്ഷേ എനിക്ക് വർക്കാവുന്നില്ല, അത് ട്രൈ ചെയ്ത് വർക്കാവുന്നില്ല. ഇതെല്ലാം വർക്കാവും. നമ്മൾ ആവശ്യത്തിന് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് ചെയ്തിട്ടില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളെ ബ്ലെയിം ചെയ്യാൻ പഠിക്കണം. അതിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഞാനാണെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ട്രാറ്റജി ചെയ്തിട്ട് എനിക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അതിൽ കഴിവില്ല, അല്ലെങ്കിൽ ഞാൻ അധികം പഠിച്ചിട്ടില്ല. സോ ഐ നീഡ് ടു ഗോ ആൻഡ് ഫൈൻഡ് സംവൺ. അതാരാണോ ചെയ്യുന്നത് അവർക്കൊരു പേയ്മെന്റ് കൊടുത്ത് അവരുടെ കൂടെ കൂടി അതെങ്ങനെയാണ് നോക്കി പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആ രീതിയിൽ പല പല കാര്യങ്ങൾ ചെയ്തു. ഇപ്പം നമുക്ക് താല്പര്യം ഇല്ലാതാവുമ്പം വി സ്റ്റെപ്പ് ഔട്ട്. പക്ഷെ മൾട്ടിപ്പിൾ ടൈംസ് പല പല കാര്യത്തിൽ നിന്ന് വിജയിക്കാതെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ബേസിക്കലി ഫാൻസി ഒബ്ജക്ട് സിൻഡ്രോം എന്ന് പറയും. അതായത് ഇപ്പൊ കാണുമ്പോൾ എല്ലാവരും ഇതാ ചെയ്യുന്നത്, ഞാൻ എന്നപ്പോൾ അത് ചെയ്യാം. ചെയ്തു തുടങ്ങാത്ത മനസ്സിലായി ഇതുവരെ പണിയെടുക്കണം, എന്താ പിന്നെ ഇത് വേണ്ട, നമുക്ക് അടുത്തേക്ക് പോവാം, ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പം കുറച്ച് പണി കൂടുതൽ കാശ്, ഇതാണ് എല്ലാവരും നോക്കുന്നത്. അപ്പം അങ്ങനത്തെങ്കിലും ചാടി പോകും. അപ്പം നമ്മൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്ത് ഇത് കിട്ടിയിട്ടേ ഇനി അടുത്തത് ചെയ്യൂ എന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഗ്യാരണ്ടീഡ് വിൻ. ഇപ്പോൾ ബ്രോക്ക് ഇപ്പോൾ 6 lakh above ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ബ്രോനെ കുറേ പേർക്കൊക്കെ അറിയാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി അവർ വീഡിയോ കാണുകയാണെങ്കിൽ ബ്രോൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അവർക്ക് ഒന്ന് കൊടുക്കാമോ? ബ്രോ എന്താണെന്നുള്ള കാര്യങ്ങൾ. സോ ഞാൻ അറ്റ് ദ മൊമെന്റ് എനിക്കൊരു ബേസ് ഇല്ല. ഞാൻ നാട്ടിലും UK-യിലും ദുബായിലുമായിട്ട് നിൽക്കുകയാണ്. എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡാണ്. സോ ബേസിക്കലി ഐ റൺ 4 ബിസിനസ്സസ്. ഞാൻ ഹെൽത്ത് കെയറിൽ ബിസിനസ് ഉണ്ട്,
റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, പിന്നെ ഇൻഫോ പ്രോഡക്ട്സ് ഉണ്ട്, കൺസൾട്ടൻസി ഉണ്ട്. ഇത് നാലുമാണ് ബേസിക്കലി ഞാൻ ചെയ്യുന്നത്. ഞാൻ ആസ് എ പേഴ്സൺ എനിക്ക് ബിസിനസ്സുകൾ ഗ്രോ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ കംപ്ലീറ്റ്ലി അതിനകത്തേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ജേർണിയിൽ ഞാൻ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം പറയാൻ നിന്നാൽ ഒരുപാടുണ്ട്. ജസ്റ്റ് ബ്രീഫായിട്ട്, അപ്പോൾ ഞാൻ ബ്രോൻ്റെ പ്രൊഫൈലിൽ കണ്ടിരുന്നു 800+ ഓണ്ടർപ്രണേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന്. സോ ഞാൻ ഈ പറഞ്ഞ 4 ബിസിനസ്സുകളിൽ നമുക്ക് കൺസൾട്ടൻസി ബേസ് ചെയ്ത് ഉള്ള ഫീൽഡാണ് ഈ ഓണ്ടർപ്രണേഴ്സിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഏത് സ്റ്റേജിലെ ഓണ്ടർപ്രണർ ആണെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കും. ഇതിനകത്ത് ഈ പറഞ്ഞ ഓവർ 800 ആൾക്കാരും തുടക്കക്കാരുണ്ട്. അതായത് എന്ത് ചെയ്യണം എന്നറിയാത്ത ആൾക്കാരുണ്ട്. കയ്യിൽ പൈസ ഒന്നുമില്ല, എന്ത് ചെയ്യണം എന്നറിയാത്ത ആൾക്കാരുണ്ട്. ഓൾറെഡി ജോലി ചെയ്ത് ഇൻകം ഉള്ള ആൾക്കാർ, അവർക്ക് സൈഡിൽ നിന്ന് ഒരു എക്സ്ട്രാ ഇൻകം വേണം, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഓൾറെഡി ബിസിനസ് ചെയ്ത് നല്ല ഇൻകം ഉള്ള ആൾക്കാരുണ്ട്, അവർക്ക് ഫെർദർ സ്കെയിലപ്പ് ചെയ്യണം. ഈ 3 ടൈപ്പ് ഓഫ് ആൾക്കാരുടെ മിക്സ്ചറാണ് ഈ പറഞ്ഞ ഓവർ 800 ആൾക്കാർ. അപ്പോൾ നമുക്ക് പല പല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ടോട്ടൽ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുടെ എണ്ണമാണ് ആ കൊടുത്തേക്കുന്ന 833. വലിയൊരു കാര്യമാണ്, കാരണം അത്രയും ആളുകൾക്ക് ബ്രോ കാരണം ആ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ചെയ്ത കാര്യം ഷെയർ ചെയ്യാൻ നേരത്തെ വെൻ പീപ്പിൾ ആസ്ക് യു സംതിങ്, നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ പറയുന്നത്. നമുക്ക് നത്തിങ് ഫോർ മീ ടു പ്രിപ്പയർ. ഞാൻ ചെയ്തതും എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ പറയും എനിക്കറിയത്തില്ല, അതിന് വേറെ ആരെങ്കിലും കൺസൾട്ട് ചെയ്യണം. അപ്പം എനിക്കറിയാവുന്ന കാര്യം ചോദിച്ചാൽ ഐ ക്യാൻ സേ. അത് റിലേറ്റ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് അതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്ത്. കാരണം 1 by 1 ആയിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും 1 to ഗ്രൂപ്പ്, ഞാൻ ഒരു 1 to 1 ഞാൻ ചെയ്യാറില്ല. എപ്പോഴും ബ്രോന്റെ കൂടെ UK ഗ്രൂപ്പ് ഓഫ് കുറെ ഓണ്ടർപ്രണേഴ്സ് അവരെ കാണാറുള്ളത്. അപ്പോൾ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഈവൻ എനിക്ക് പേഴ്സണലി അറിയുന്നവർ വരെ ഭയങ്കര നല്ല അഭിപ്രായം പറയാറുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ UK ഒരുപാട് എന്താ പറയുക, ഇപ്പോൾ എൻ്റെ സിസ്റ്റർ ഈവൻലി അവരിങ്ങനെ ജോബ് ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പറയാറുണ്ട് അടുത്ത്. അപ്പോൾ അവിടെ തുടക്കക്കാരന രീതിയിൽ ഒരുപാട് ഇതേപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കും കൂടുതൽ. അപ്പോൾ അവർക്ക് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഹെൽപ്പിംഗ് ഹാൻഡ് പോലെ തന്നെയാണല്ലേ. ഏതെങ്കിലും അങ്ങനെ രീതിയിലുള്ള ഒരു റിവ്യൂസ് ആരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോന്നോ? ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തായിരുന്നു. എനിക്ക് ബസ്സിന് പോലും പൈസ ഇല്ലായിരുന്നു ഞാൻ നടന്നായിരുന്നു പോകുന്നത്. ഞാൻ വിചാരിക്കും ബസ്സിന്റെ കാശ് സേവ് ചെയ്യാം, അരമണിക്കൂർ നടക്കാം, എക്സസൈസും ആയി. അതായത് ഞാൻ കെയറായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരാളുടെ സപ്പോർട്ട് വർക്കറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പല ജോബുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ എക്സ്പെൻസ് ഒന്നും എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട്. അതൊന്നും റീലിൽ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഞാനും അതേ സിറ്റുവേഷനിലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ വർക്കായെന്ന് ഞാൻ ഷെയർ ചെയ്യും, എന്തൊക്കെ വർക്ക് ആയില്ല എന്നും ഞാൻ ഷെയർ ചെയ്യും. അപ്പം ഐ ക്യാൻ സീ ബാക്കിയുള്ളവർ നമ്മുടെ അടുത്ത് വന്ന് പറയാൻ നേരത്താ നമുക്ക് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന റീസൺ എന്താന്ന് വെച്ചാൽ, ഇനിഷ്യലി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഈ ഇഷ്യൂ ഓവർകം ചെയ്തു, എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു. അയാൾക്ക് റിസൾട്ട് കിട്ടുമെന്നൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടി. കുറച്ച് ആൾക്കാർ പിന്നെയും ചോദിച്ചു, പറഞ്ഞു കൊടുത്തു, കിട്ടി. അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് കിട്ടാൻ നേരത്തെയാണ് എൻ്റെ കോൺഫിഡൻസ് കൂടിയിട്ട് എനിക്കിപ്പോൾ ഗ്യാരണ്ടി ചെയ്ത് പറയാൻ പറ്റും ഇന്നത് ചെയ്താൽ എന്തായാലും റിസൾട്ട് കിട്ടും. കാരണം കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്ന കാര്യമാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞു, കിട്ടിയില്ലെങ്കിൽ നമ്മൾ എഫേർട്ട് ഇട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പം ആ രീതിയിലാണ് ഞാൻ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇത് നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് ഇതൊരു ബിസിനസ് പോലെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് സംതിങ് എൽസ്. നമ്മൾ സൈഡിൽ കൂടെ ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് മാനേജ് ചെയ്യാം. അതിൽ നിന്നും മാറിയിട്ട് വലിയ നമ്പേഴ്സിലേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് നടക്കത്തില്ല. നമുക്ക് അടിയിൽ ഒരു ഗ്രൂപ്പ് അറിയാമല്ലോ. അപ്പോൾ അതേ കണക്ക് പാർട്ട്നേഴ്സ് ആണെങ്കിലും നമ്മളെ സ്റ്റാഫ് ആണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നും നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് സ്കെയിലപ്പ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ഞാനാണെങ്കിലും ആ സ്റ്റേജിലേക്ക് എത്തിയപ്പം അപ്പോഴും എനിക്കറിയില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓൾറെഡി ബിസിനസ് സ്കെയിലപ്പ് ചെയ്ത് ഡെലിഗേറ്റ് ചെയ്ത് നല്ല രീതിയിൽ എത്തിച്ച ആൾക്കാരോട് അപ്രോച്ച് ചെയ്ത് അവരുടെ മെന്റർഷിപ്പ് ഞാൻ എടുത്തു. അവരുടെ അടുത്തുനിന്ന് ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റി എങ്ങനെയാണ് സ്കെയിലപ്പ് ചെയ്യുന്നത്. ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ചെയ്ത് പഠിക്കാമായിരുന്നു, പക്ഷെ അത് കാരണം 2 കാര്യം നഷ്ടം വരും, സമയവും പൈസയും. അതാണ് പൈസ പോയാൽ കുഴപ്പമില്ല, സമയം പോയാൽ തീർന്നു. അതുകൊണ്ട് എനിക്ക് സമയം കളയാൻ വയ്യ. അപ്പൊ എനിക്കൊരു 50 വയസ്സിൽ ഞാൻ അച്ചീവ് ചെയ്യുന്ന കാര്യം എനിക്ക് 30-ൽ വേണം. കാരണം എന്നാലേ ഈ സമയത്ത് വേണം നമുക്ക് നമ്മളെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യാൻ. നമുക്ക് 50 ആകുമ്പോൾ അവർ കാണുമെന്ന് അറിയത്തില്ല.
അതുവരെ കാത്തിരിക്കാൻ നമുക്ക് വയ്യ. ഇപ്പൊ തന്നെ അവർ തന്നെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കണം. അപ്പൊ എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യുക, അല്ലാതെ പൈസ ഉള്ള ധൃതിയല്ല. നമുക്ക് നമ്മളെ വേണ്ടപ്പെട്ടവരെ ഹെൽപ്പ് ഇപ്പൊ ചെയ്തേ പറ്റൂ. പിന്നെ നമ്മളത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യല്ലേ, പിന്നെ അയ്യോ ഞാൻ പണ്ടേ ചെയ്യാനുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ല. കിട്ടുന്ന പൈസ എല്ലാം വെച്ച് വണ്ടി വീടും എല്ലാം വാങ്ങിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അതാണ് ആക്ച്വൽ സന്തോഷം തരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അല്ലാതെ നമുക്കായിട്ട് അച്ചീവ് ചെയ്യാൻ എന്താണ്, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറം ഒന്നുമില്ല. ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ബ്രോ പറഞ്ഞ പോലെ നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ ബ്രോ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിൻ്റെ മെൻറ്റർഷിപ്പ് എടുത്ത് മെൻറ്ററിൻ്റെ നിന്ന് പഠിക്കുക ചെയ്തത്. നമ്മുടെ കൂടുതൽ ബിസിനസ് ഓണേഴ്സിൻ്റെ പ്രശ്നം അറിയില്ലെങ്കിൽ സ്വയം പഠിക്കാൻ നോക്കും, സ്വയമായിട്ട് ഓരോ മിസ്റ്റേക്സ് വരുത്തും. ഇപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ തന്നെ അങ്ങനെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാത്ത കാര്യം അറിയില്ല എന്ന് ആക്സെപ്റ്റ് ചെയ്യണതിന് പകരം സ്വയമായിട്ട് പഠിച്ച് മിസ്റ്റേക്സിലേക്ക് ചാടുന്ന പോലെ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാത്ത കാര്യത്തിന് മെൻറ്റർഷിപ്പ് എടുക്കുക തന്നെ വേണം. അപ്പോൾ അത് ബ്രോ കറക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിനും. അതെ, അത് അതിന്റെ ഇപ്പൊ വിപിൻ പറഞ്ഞ കണക്ക് നമുക്ക് അറിയാത്ത കാര്യം മെന്റർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞല്ലോ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്താൽ ഈ പറഞ്ഞ കണക്ക് സമയവും പൈസയും നഷ്ടപ്പെടും. ഈ രസം എന്താന്ന് വെച്ചാൽ, നമുക്ക് അറിയാത്ത കാര്യം അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുന്നത് ബിസിനസ് തുടങ്ങി കുറച്ച് നാൾ കഴിയാൻ നേരത്താ നമുക്ക് എന്തിലാണ് നമുക്ക് മെന്റർഷിപ്പ് വേണ്ടേ എന്ന് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ റാൻഡംലി പോയൊരു മെന്ററിനെ എടുക്കും, ആക്ച്വലി അവർ പഠിപ്പിക്കുന്ന ആയിരിക്കത്തില്ല നമുക്ക് വേണ്ടത്. സോ നമുക്ക് എന്താ വേണ്ടത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ്ലി ഇതിനെപ്പറ്റി തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത്. എനിക്ക് ആക്ച്വലി വേണ്ടത് ഇതാണ്, ഇന്ന കാര്യമാണ് എനിക്ക് പഠിക്കേണ്ടത്. ഇപ്പൊ തന്നെ ഞാനിപ്പം റീസെന്റ് നമ്മളിപ്പോൾ ഒരു മെന്ററിനെ ഇപ്പം എടുക്കാൻ പോവാണ്. ഞാൻ നിയർലി 8,000 pound പുള്ളിയുടെ ഫീസ് വരുന്നത്. പുള്ളി ഇപ്പം ദുബായിലുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പോൾ പേയ്മെന്റ് കൊടുത്താൽ നേരിട്ട് കാണാൻ, അല്ലെങ്കിൽ ഇവരൊന്നും കാണാൻ കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ അവരെ പിക്ക് ചെയ്യുന്നത് തന്നെ നമ്മളെ കൺസൾട്ടിങ് ഫേമിലേക്ക് കൂടുതൽ ക്ലയൻസിനെ എടുക്കുന്നത് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ഒന്ന് ഓട്ടോമേറ്റ് ചെയ്ത് നല്ല രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഉള്ള ഗ്രോത്ത് ഒന്ന് ഡബിൾ ആക്കുന്നത് എങ്ങനെയാണ്. അതായത് ഞാനിപ്പം സോറി ഇന്ററപ്റ്റ് ചെയ്തെങ്കിൽ, ഞാൻ ബ്രോന്റെ ഏറ്റവും വലിയൊരു ടൂളായിട്ട് കാണുന്നത് ഓട്ടോമേഷനാണ്. പല ബിസിനസ്സുകളും ബ്രോന്റെ ഗ്രോത്തിന് തന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാരണം എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഓട്ടോമേഷനാണ് കൂടുതൽ ബ്രോക്ക് റിസൾട്ട് ഉണ്ടാക്കി തരുന്നത്. എനിക്ക് എന്റെ തോന്നലാണെന്ന് അറിയില്ല, ആണ് സത്യം. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. അതെ, നമുക്ക് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അലക്സ് ഹോർമോസിയുടെ ഒരു ട്രിക്ക് ഉണ്ട്. നമ്മൾ എവറി 1 hour നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഫോണിൽ ഒരാഴ്ച ഒന്ന് നോട്ട് ചെയ്തിടുക. അതിനകത്ത് ഏറ്റവും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള എന്താ നോക്കുക, പൈസ ഉണ്ടാക്കുന്നതും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളത് ആ ഒരു കാര്യം ഓട്ടോമേറ്റ് ചെയ്യാൻ നോക്കണം. എന്നാലേ നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ടൈം കൺസ്യൂം ചെയ്യുന്നതും പൈസ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം ഓട്ടോമേറ്റ്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് അത് എങ്ങനെയെങ്കിലും നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് ഐദർ വിത്ത് എ പേഴ്സൺ ഓർ ഇത് ടെക്കി ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. എയുടെ ഈ ഒരു കാലഘട്ടത്തിലെല്ലാം ഈസി ആണല്ലേ. അതെ. പിന്നെ കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും നോഡ് N8 എന്നൊക്കെ പറഞ്ഞ കുറെ ഓട്ടോമേഷൻസ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി ബ്രോ അതിന് പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നു? നമ്മൾ റിലേറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ് കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ AI പല ആസ്പെക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൺസൾട്ടേഷനകത്ത് നമ്മൾ AI ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ ഓട്ടോമേഷൻസ് നമ്മൾ മാനുവലി ആൾക്കാരെ വെച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യം നമുക്കിപ്പോൾ കംപ്ലീറ്റ്ലി, ഞാനല്ല നമ്മളെ കൂടെയുള്ള അഞ്ചലാണ് ഒരാളെ കണ്ടുപിടിച്ച് നമ്മൾ അവരെ വെച്ച് അവരിരുന്ന് ചെയ്യുന്ന കാര്യം നമ്മൾ അവർക്ക് 10 times മോർ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ആപ്പ് നമ്മൾ കണ്ടുപിടിച്ച് ആ ആപ്പ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് ഇന്നേ വരെ വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് AI വെച്ച് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നിയർലി ഒരു 120-130 മണിക്കൂറോളം ഞാൻ സംസാരിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രാൻസ്ക്രിപ്ഷനൊക്കെ എടുക്കണം. ഇത് ഞാൻ മലയാളത്തിൽ പറയുന്നത് പക്കായിട്ട് AIയിൽ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പാടില്ല. ഇന്നലെ എൻ്റെ അനുസരിച്ച് കാണിച്ചു തന്നു. അതിങ്ങനെ നോക്കിയപ്പോൾ ഒരു മിസ്റ്റേക്കും ഇല്ല. കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഫുൾ ട്രാൻസ്ക്രിപ്ഷൻ എടുത്ത് തന്ന്, ഇനി അത് നമ്മൾ അതിൽ നിന്ന് എടുത്ത് ആ ട്രാൻസ്ക്രിപ്ഷൻ എടുത്ത് നമ്മൾ AIയിലിട്ട് നമുക്ക് വേണ്ടി ഒരു AI ഏജന്റ് ഉണ്ടാക്കി അത് വെച്ച് നമുക്ക് റീൽ കണ്ടന്റ് മേക്ക് ചെയ്തെന്ന് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത്. അതെ, അതും ഓട്ടോമേറ്റ് ചെയ്ത് എല്ലാം ഓട്ടോമേറ്റ് ചെയ്ത്. ഇത് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഇവരെയൊക്കെ എടുത്തുകൊണ്ട് അവർക്ക് അതൊക്കെ അറിയാം, എനിക്കറിയില്ല. നമ്മൾ ആസ് എ ബിസിനസ് ഓണർ നമുക്ക് എല്ലാം അറിയാമെന്നൊന്നുമല്ല. അറിയാവുന്ന ആൾക്കാരെ എടുക്കുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവർക്ക് നല്ലപോലെ അറിയാം, എന്നെ കാട്ടിയെന്നുള്ളതല്ല. അപ്പം ആ രീതിയിൽ നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ട്. അല്ല AI റിലേറ്റ് ചെയ്ത് ഞാനല്ല, ഐ എം നോട്ട് ദി എക്സ്പേർട്ട്. പക്ഷെ എനിക്കറിയാം വിപിൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് AI റിലേറ്റ് ചെയ്ത്. അപ്പം നമ്മൾ അങ്ങനെ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് നമ്മളെ ബിസിനസ് അനലൈസ് ചെയ്ത് ആ AI ഇവിടെ എവിടെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് നോക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഗ്രോത്ത് വരുന്നത്. അല്ലാതെ ഒരിടത്ത് ഇങ്ങനെ
സെയിൽ എടുക്കുക, കാശ് ഉണ്ടാക്കുക, അതല്ല. ഓട്ടോമേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നത്. ആ ടൈമിൽ ഇൻകം ജനറേറ്റിംഗ് ടാസ്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ബ്രോ, നമ്മുടെ ഇവിടുത്തെ ദുബായിൽ എനിക്ക് ഇതുവരെയുള്ള ഈ 3 വർഷത്തിൽ മനസ്സിലായത്, ഇവിടുത്തെ ബിസിനസ് ഓണേഴ്സ് പഴയ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ് തന്നെ, സിസ്റ്റമാറ്റിക് ആണ്, സ്റ്റിൽ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഈ ഓട്ടോമേഷൻ കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം അതൊന്നും ചെയ്യാത്ത. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അവയർനെസ് കൊടുക്കാൻ നോക്കുന്നുണ്ടോ? നമുക്ക് ഞാൻ ഒബ്വിയസ്ലി ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. അത് എന്ത് ഓട്ടോമേറ്റ് ചെയ്യണം എന്ന് ഞാൻ പേഴ്സണലി പിക്ക് ചെയ്യുന്നത് ഏറ്റവും ടൈം കൺസ്യൂമിങ് ആയിട്ട്, അതായത് ഫസ്റ്റ്ലി നമുക്ക് കൂടുതൽ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അറ്റ് ദ മൊമെൻറ്റ് ഏറ്റവും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതും ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഓട്ടോമേറ്റ് ചെയ്തിട്ട് മറ്റേതിനകത്തോട്ട് ഫോക്കസ് ചെയ്യും. എപ്പോഴും ഈ ആൾക്കാർ കറണ്ട് ബിസിനസ് റൺ ചെയ്യുന്ന ഓപ്പറേഷൻസിന് വേണ്ടി ഒരുപാട് സമയം കളയുന്നുണ്ട്, ഇൻക്ലൂഡിങ് മൈസെൽഫ്. നമ്മൾ അറിയാതെ നമ്മൾ ചെയ്തു പോകും. അപ്പം എപ്പോഴും പറയുന്ന റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ 80% ഓഫ് അവർ ടൈം ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ന്യൂ ഇൻകം ജനറേറ്റിംഗ് ടാസ്ക്. ബാക്കി 20 ആണ് കറണ്ട് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പം ഈ രീതിയിൽ എവിടെയാണോ നമുക്ക്, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ഓരോ മണിക്കൂറും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതിയിട്ടാൽ വീനോ സമയം എവിടെയാണ് പോകുന്നതെന്ന്, അതിനകത്തുനിന്ന് ഏറ്റവും സമയം പോകുന്ന കാര്യം പിക്ക് ചെയ്യുക, അത് ഓട്ടോമേറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമ്മളെ ടൈം കൂടുതൽ ഇൻകം ജനറേറ്റിംഗ് കാര്യങ്ങളിലേക്ക് സ്പെൻഡ് ചെയ്താലാണ് ആക്ച്വൽ ഗ്രോത്ത് വരുന്നത്. ഇത് ഞാൻ എഴുതിയിട്ട് എൻ്റെ നോട്ട്സ് എടുത്താൽ കാണാൻ പറ്റും. എഴുതിയിട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു 3-4 മന്ത്സിൽ ആ ഒരു ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ട്. പറയുമ്പോൾ സിമ്പിളായിട്ട് തോന്നിക്കും. എക്സാമ്പിളിൽ പറയാമോ? ഇപ്പം ഞാനൊരു ബിസിനസ് ഓണറാണ്. അപ്പം ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി റൺ ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ബിസിനസ് എങ്ങനെയൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ? ഇപ്പം വിപിൻ ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം ഐ നോ യു ആർ വെരി ബിഗ് ഓൺ സോഷ്യൽ മീഡിയ. ഐ എം അസ്യൂമിങ് വിപിന് കണ്ടന്റ് മേക്ക് ചെയ്യാൻ ചിലപ്പം ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കും. ആ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കും. അത് കണക്ക് ഓരോ ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുമ്പം റിപ്ലൈ കൊടുക്കാൻ, കോണ്ടന്റ് റെഫർ ചെയ്ത് പിക്ക് ചെയ്യാനായിട്ട് ടൈം എടുക്കും. ഇപ്പം ആ ഒരു ആസ്പെക്റ്റ് മാത്രം ഞാനൊന്ന് എടുക്കാം. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ AI വെച്ചിട്ട് നമ്മൾ വിപിൻ്റെ പാറ്റേൺ നോക്കും. അതായത് വിപിൻ സോഷ്യൽ മീഡിയയിൽ കയറി ഈ ഏത് റെഫറൻസ് ആണ് വിപിൻ എടുക്കുന്നത് എന്ന് ഒരാഴ്ച നമ്മൾ മോണിറ്റർ ചെയ്യും. അപ്പം ആ AIക്ക് ഒരു ക്ലാരിറ്റി കിട്ടും വിപിൻ എന്താണ് എപ്പോഴും നോക്കുന്നതെന്ന്. അത് റിലേറ്റ് ചെയ്ത് നമ്മൾ KPI ആഡ് ചെയ്യും, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്യും. അതായത് ഈ വീഡിയോയിൽ നിന്ന് ഇന്ന കാര്യമുണ്ട്, അപ്പം മറ്റേ വീഡിയോയിൽ ഈ സെയിം കാര്യം വിപിൻ നോക്കുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് അതിന് മാച്ച് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ സ്ക്രേപ്പ് ചെയ്ത് ഒരു ബൾക്കായിട്ട് നമ്മൾ എടുത്തിട്ടേക്കും. സോ എല്ലാം ഓൾറെഡി സെറ്റാണ്. നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഞാൻ ചെയ്യുന്നതാണെങ്കിലും ഞാൻ നോക്കുന്ന പ്രോപ്പർട്ടി ഞാൻ നോക്കി നമ്മൾ കോൾ ചെയ്ത് പ്രോപ്പർട്ടി നമ്മൾ സെക്യൂർ ചെയ്യും, റെൻ്റൽ പ്രോപ്പർട്ടി സെക്യൂർ ചെയ്യും. അപ്പോൾ എല്ലാവരും പറയും ഇല്ല ഞാൻ ചെയ്യുന്ന പോലെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല എന്നും എപ്പോഴും പറയും. നമ്മൾ ആക്ച്വലി നമ്മൾ നോക്കി അനലൈസ് ചെയ്യും, എന്താണ് ഞാൻ നോക്കുന്നത് പ്രോപ്പർട്ടിയിൽ, ലൈക്ക് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നോക്കുന്നത്, അത് നോക്കി അത് മൊത്തം നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ഇപ്പം മാനുവലി നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. ഫൈവർ എന്ന് പറഞ്ഞ ആപ്പൊക്കെ യൂസ് ചെയ്ത് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം, ഞാൻ ഇന്ന പ്രോപ്പർട്ടിയിൽ ഇതൊക്കെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനത്തെ പ്രോപ്പർട്ടി എല്ലാം എടുത്ത് കോൾ ബുക്ക് ചെയ്ത് മെസ്സേജ് അയച്ച് എല്ലാം അവർ ചെയ്ത് ആൾക്കാരെ എടുത്ത് വെച്ചേക്കും. പിന്നെ നമുക്ക് പോയി വ്യൂ ചെയ്യാൻ ചെയ്ത് കൊടുക്കുക, പ്രോപ്പർട്ടി സെക്യൂർ. അതേ രീതിയിലാണെങ്കിൽ കണ്ടന്റ് റെഫറൻസ് എടുക്കുന്ന കണ്ടന്റ് ഈ രീതിയിൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിപിന് ചിലപ്പം നോക്കിക്കഴിഞ്ഞ് ആ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ വിപിൻ കൂടുതലും ആ ഒരു വീഡിയോ നോക്കി അതിൽ നിന്ന് അഭിപ്രായം പറയാറാണ്. അപ്പോൾ അത് ജെനുവിനായിട്ട് പറയുന്നതാണ്. സോ ഐ എം അസ്യൂമിങ് അത്രയ്ക്ക് തിങ്ക് ചെയ്യേണ്ടി വരുന്നില്ല, ജെനുവിൻലി മനസ്സിൽ നിന്ന് വരുന്ന കാര്യം പറയണം. അപ്പോൾ ആ റെഫറൻസ് എടുക്കുന്നതായിരിക്കും കൂടുതൽ ടൈം കൺസ്യൂമിങ്. അത്രയും സ്ട്രൈപ്പ് ചെയ്ത് വെച്ചാൽ ഇഫ് യു ഹാവ് ഒരു 3 days മാറ്റി വെച്ചേക്കുന്നത് അത്രയും കണ്ടന്റ് മേക്ക് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും, അത് ചെയ്ത് ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് പോസ്റ്റിംഗ് എല്ലാം സ്കെഡ്യൂൾ ചെയ്ത് നമുക്ക് റീപർപ്പസ് IO എന്ന് പറഞ്ഞ ആപ്സ് ഒക്കെ ഉണ്ട്. ഒരു പ്ലാറ്റ്ഫോമിൽ ഇട്ടാൽ എല്ലായിടത്തും തനിയെ പോസ്റ്റ് ആകും. സോ പോസ്റ്റിങ്ങിന് സമയം കളയുന്നില്ല. അതെല്ലാം ചെയ്ത് മെനി ചാറ്റ് എന്ന് പറഞ്ഞ ഓട്ടോമേഷൻ ഉണ്ട്, റിപ്ലൈസ് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഓട്ടോ DMs കൊടുക്കുന്ന അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമും യൂസ് ചെയ്ത് എല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ ഒരാൾ വേണം, എപ്പോഴും ഒരു ഹ്യൂമൻ വേണം ഇത് മോണിറ്റർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നോക്കാൻ ആളില്ലാതായി പോകും. ആ രീതിയിൽ ഓട്ടോമേറ്റ് ചെയ്ത് നോക്കാൻ ഒരാളെയും വെച്ച് കഴിഞ്ഞാൽ അത്രയും ടൈം സേവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ യു ക്യാൻ ഫോക്കസ് മോർ ഓൺ യുവർ റിയൽ എസ്റ്റേറ്റ്. എനിക്ക് ഇതിൻ്റെ കൂടുതൽ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലായത് ഈ ഓട്ടോ DMൻ്റെ കാര്യത്തിലാണ്. ഞാൻ ഒരു വീഡിയോയിൽ ഇതേപോലെ ഓട്ടോ DM ചെയ്തിട്ടുണ്ടായിരുന്നു, സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അതെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും റിപ്ലൈ കൊടുക്കുന്നതിന് പകരം ഒരു 10-15K കമൻറ്റ്സ് വന്നപ്പോൾ 15K ആൾക്കാർക്കും DM പോകാമെന്ന് പറഞ്ഞാൽ, അപ്പോൾ അതും ഫോളോവേഴ്സ് കൂടാനും നമുക്ക് ആ ഒരു കോണ്ടന്റ് കൂടുതൽ ആളുകൾക്ക് എത്തിക്കാനും കാരണമായി. അപ്പോൾ ഈ 15,000 വരുന്ന ഞാനൊന്ന് റിപ്ലൈ അയക്കാൻ നടക്കത്തില്ല. അപ്പോൾ ബ്രോ അത് നല്ലൊരു
പവർഫുൾ ടൂളാണ് ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അതെ, നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്ന ആളാണെങ്കിലും നമുക്കൊരു സെയിൽ നടത്താനായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണം. ഈ ചോദ്യങ്ങൾ ഓരോ ആൾക്കാരുടെ അടുത്ത്, ഇപ്പോൾ ഈ വിപിൻ പറഞ്ഞ സിനാരിയോയിൽ 15,000 കമൻസ് വന്നു. 15,000 ആൾക്കാരോട് എങ്ങനെയാണ് നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നത്? നടക്കത്തില്ല. അത് നമുക്ക് നേരത്തെ പ്രീസെറ്റ് ചെയ്ത് വെച്ച് യു ക്യാൻ ആസ്ക് ദം സർട്ടൻ ക്വസ്റ്റ്യൻസ്. ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് ആൾക്കാരെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അവർ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം നമുക്ക് കൊടുക്കുന്നതും എല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളേതായിട്ട് ടൈം പോകുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഒരു സ്റ്റേജിൽ അവർ ക്ലയൻ്റായിട്ട് വരുവാണെങ്കിൽ മേ ബി ദേ ക്യാൻ ബുക്ക് എ കോൾ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പം ഇത് ഫുള്ളായിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 24/7 ഫോണിലായിരിക്കും. വേറെ ഒരു കാര്യം നടക്കത്തില്ല. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എപ്പോഴും ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെ, നമുക്ക് പൈസ ഉണ്ടാക്കി തരുന്നതും സമയം കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാം. അത് എല്ലാത്തിലും പോസിബിൾ ആവും. അത്യാവശ്യം എല്ലാത്തിലും പോസിബിൾ ആണ്. സോഷ്യൽ മീഡിയ വൈസ് യെസ്, ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. എന്ത് ബിസിനസ് ആണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വിപിൻ പറഞ്ഞ കണക്ക് കമൻസ് വരിക, എല്ലാവരുടെയും മൈൻഡിൽ ഇപ്പം ഫോളോവേഴ്സ് കൂട്ടുക എന്നുള്ളൊരു കാര്യമാണ് ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്നത്. നമ്മൾ അത്രയും സമയം കൺസ്യൂം ചെയ്യുന്നതാണ് ഫോണിനകത്ത്. ഈ ടൈം സ്പെൻഡ് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടായിരിക്കണം അത് വെച്ചിട്ട്, അല്ലേ? ഇപ്പോൾ അത് കൺസ്യൂം ചെയ്യുന്നയാൾക്ക്, വിപിൻ്റെ വീഡിയോ കാണുന്നയാൾക്ക് അതിൽ നിന്നൊരു നോളജ് കിട്ടണം, എന്തെങ്കിലും മനസ്സിലാവണം. ആ രീതിയിലാണ് അവർക്ക് ബെനിഫിറ്റ് ചെയ്യുന്നത്. വിപിൻ ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിപിന് ഇത് ബെനിഫിറ്റ് ചെയ്യണം. വിപിൻ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നത്? സോ നമുക്ക് ഫൈനാൻഷ്യലി അത് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലാക്കാം. ചിലപ്പം സാറ്റിസ്ഫാക്ഷൻ മേ ബി വൺ ഓഫ് ദ ബെനിഫിറ്റ്സ് ആയിരിക്കും. അപ്പം ഫെയിം അതല്ല, ആ ഫെയിം കാരണം മേ ബി അവിടുന്ന് വേറെ വല്ല പ്രൊമോഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പം നമുക്ക് എപ്പോഴും സെൽഫായിട്ട്, ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ കൊണ്ടുതരുന്നൊരു സാധനമാണ്. സോ നമുക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനാരിയോ വരല്ലേ. ഈ പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന സിനാരിയോ ആവുന്നതിന് പകരം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. സോ വിപിന് സ്വന്തമായിട്ട് ഒരു സർവീസ് ഉണ്ടായിരിക്കണം. ആ സർവീസ് ഒബ്വിയസ്ലി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അത്രയും ആൾക്കാർ ഫോളോ ചെയ്യുന്നത് വിപിന്ന, മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും ആൾക്കാർക്ക് വിപിന് ഇഷ്ടമാണ്. വിപിൻ്റെ അടുത്ത് നിന്ന് അവർ സർവീസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആർക്കാണ് വേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ജോലി. അതിനുവേണ്ടി നമ്മൾ സർട്ടൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കസ്റ്റമേഴ്സിന് മീൻസ് ഫോളോവേഴ്സിനെ അറിയാൻ ശ്രമിക്കണം. അതെ, അറിയാൻ ശ്രമിക്കണം. അതെ. സോ നമുക്ക് അവർക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ എന്തെങ്കിലും വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിൽക്കാൻ നോക്കുകയല്ല. അവർക്ക് എന്താണോ വേണ്ടത് ആ സാധനം നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി, ഇല്ലെങ്കിൽ അത് പഠിച്ചെടുക്കുക, എന്നിട്ട് ആ ഒരു സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ആവശ്യമുള്ള സാധനം മാത്രം കൊടുക്കുക. ഇത് അങ്ങനെ കൊടുക്കാൻ നേരത്തെ നമ്മളെ ഒരേ ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സ് ആരാണ് എന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്നത് മാത്രമാണ്. ഡസൻ മീൻ പൈസ ഉണ്ടാക്കാൻ മാത്രം റീലിടണം എന്നല്ല, നമുക്ക് എല്ലാ ആക്ടിവിറ്റിക്കും റീലിടാം. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത്രയും സമയം നമ്മൾ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ ഇറ്റ് ഷുഡ് മേക്ക് യു മണി. സീരിയസ്ലി യെസ്. പക്ഷെ എനിക്ക് ബ്രോൻ്റെ പ്രൊഫൈലിൽ ബ്രോ ഒരു വാല്യൂ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വാല്യൂ ആണ് അല്ല ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല. ബ്രോ ഓരോ കോണ്ടൻസിലും ബ്രോൻ്റെ വാല്യൂസാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കൂടുതൽ ആളുകൾക്കും ആ ഒരു ജെനുവിനിറ്റി കാര്യങ്ങൾ ഫീൽ ചെയ്യാനും അങ്ങനെയാണ് കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലേ? അതെ, ഞാനൊരു മെൻറ്റർഷിപ്പ് എടുത്തപ്പം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ് 95% ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കണം, ബാക്കി 5% നമ്മൾ ചാർജ് ചെയ്യണം. ഇതായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ്. ഇത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ബുക്ക് വായിക്കാറില്ല കേട്ടോ. വായിക്കാൻ മടിയാണ്, കേൾക്കാറേ ഉള്ളൂ. ഓഡിബിൾ എന്ന് പറഞ്ഞാൽ പോയി കേൾക്കാറാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാം കേട്ടോണ്ടാണ് പോകുന്നത്. ഇതിങ്ങനെ ഒരുപാട് ആ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് അത്ര യോജിക്കുന്നില്ലായിരുന്നു ഞാൻ. അപ്പം എത്രമാത്രം പറഞ്ഞു കൊടുക്കണം, എത്രയ്ക്കാണ് ചാർജ് ചെയ്യേണ്ടത്, ഇതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഒരുപാട് ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പം ഏത് ബുക്ക് ചെയ്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നമുക്കറിയാവുന്ന എല്ലാം പറഞ്ഞു കൊടുക്കണം. 99% പോലും ഇല്ല, 100% പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കാൻ നേരത്തെ ഒരു ചോദ്യം വരും. അപ്പോൾ നമ്മൾ പൈസ വാങ്ങിക്കാൻ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുന്ന? രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 100% പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആക്ച്വലി ആ ക്ലയൻറ്റിൻ്റെ ട്രസ്റ്റ് നമ്മളുമായിട്ട് ബിൽഡ് ആവുന്നത്. അപ്പോൾ അവർക്കറിയാം മറ്റൊരാൾ പൈസ വാങ്ങിക്കുന്ന സാധനം നമ്മൾ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നോട് ആരെന്ത് ചോദിച്ചാലും ഞാൻ പൈസ ചാർജ് ചെയ്യാതെ ഞാനും പറഞ്ഞു കൊടുത്തിരിക്കും. ഡസൻ മാറ്റർ എന്താണെങ്കിലും. ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായത് വലിയൊരു എമൗണ്ട് ആയിരിക്കും ആ ഒരു കാര്യം കിട്ടാനായിട്ട്. ഞാൻ സ്റ്റിൽ പറഞ്ഞു കൊടുക്കും. അവിടെ നിന്നാണ് കണക്ഷനും ട്രസ്റ്റും ബിൽഡ് ആവുന്നത്. ആ കസ്റ്റമർ വിൽ കം ബാക്ക് ആൻഡ് ദെൻ ഡെഫിനറ്റ്ലി ദേ വിൽ മേക്ക് എ പേയ്മെൻറ്റ്. ആ സമയത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പം പുതിയൊരു വാല്യൂ ആയിരിക്കത്തില്ല, ജസ്റ്റ് നമ്മളെ സപ്പോർട്ടായിരിക്കും. ആ സമയത്ത് എന്താ പറയുക, നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുത്താലേ കാര്യം നടക്കും. ഇപ്പം ഫ്ലൈറ്റ് ഓടിക്കാൻ യൂട്യൂബ് നോക്കി പഠിക്കുന്നതാണൊക്കെ എത്ര പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, പൈലറ്റ് കൂടി ഇരുന്നിട്ടേ കാര്യമുള്ളൂ. ആ ഒരു സിനാരിയോ ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പം എന്ത് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുക, വാല്യൂ കൊടുക്കുക, ഒരു മടിയും കാണിക്കല്ലേ. നമ്മൾ പല ആൾക്കാരും ഞാൻ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നത് ഒരു പോയിന്റ് വരെ പറയും, അതിനപ്പുറം പറയത്തില്ല. ഇല്ല 10 ഒക്കെ ചിലപ്പോൾ പറയുള്ളൂ, ബാക്കി 90
നമ്മൾ കോഴ്സ് എടുക്കണം അങ്ങനെ. അതെ അതെ, എല്ലാവരും അങ്ങനെയാണ്. അല്ലാതെ 100% പറഞ്ഞു കൊടുക്കുന്നത് ആരുമില്ല. നമ്മൾ ഞാനും അലക്സ് ഫോർമോസയുടെ വലിയൊരു ഫാനാണ്. പുള്ളി പറയും നമ്മൾ കോമ്പറ്റീഷനെ തോപ്പിക്കണമെങ്കിൽ അവരെത്ര ചാർജ് ചെയ്യുന്നതെന്ന് നോക്കുക, ആ സാധനം നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. സിമ്പിൾ ആസ് ദാറ്റ്. എന്താണോ എല്ലാം ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ലൈക്ക് ഡോണ്ട് ചാർജ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റും ആ ഒരു കണക്ഷനും. അതെ, അത് മതി നമുക്ക്. നമുക്ക് അൾട്ടിമേറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ രീതിയിൽ ജെനുവിൻ ആയിട്ട് പോകുന്ന ആൾക്കാണ് അൾട്ടിമേറ്റ് ഗ്രോത്ത്, ലോങ് ടേം ഗ്രോത്ത്. മറ്റേ ആൾക്കാർക്കും ചിലപ്പോൾ ക്വിക്ക് ഇൻസ്റ്റന്റ് ഗ്രോത്ത് കിട്ടുന്നത്. ഞാനിത് മുമ്പ് ചെയ്യുമ്പോൾ എന്നെ എല്ലാവരും കുറ്റം പറയാൻ പതിവ്. ഇതൊക്കെ എന്തിനാ പറഞ്ഞു, പല പല കാര്യങ്ങൾ അറിയുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്യാറ്. അപ്പോൾ നമുക്ക് മുഴുവൻ പറയേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പം എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ട് ഇരിക്കാറുണ്ട്. കാര്യം ഇതാണ് അതിൻ്റെ ഒരു പിന്നിലുള്ള കാര്യം എന്നൊന്നും അറിയാണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഓക്കെ, അറിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കുക. എനിക്കത് ഫീൽ ചെയ്തായിരുന്നു വിപിൻ്റെ അടുത്ത്. ഇപ്പോൾ വിപിൻ എൻ്റെ അടുത്ത് ട്രയൽ റീൻ്റെ കാര്യം പറഞ്ഞ് ഓർമ്മയുണ്ട? വിപിൻ എൻ്റെ അടുത്ത് പറയുന്നതിന് ഒരു ഫ്യൂ ഡേയ്സ് ആണ് ഞാനത് ഫിഗർ ഔട്ട് ചെയ്തത്. ഏതൊരു റീലിൽ കൂടെ എൻ്റെ അടുത്ത് വേറെ ആരും അത് പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് വിപിൻ കോൾ ചെയ്തപ്പോൾ വിപിൻ എൻ്റെ അടുത്ത് അത് പറഞ്ഞു തന്നു. ട്രയൽ റീലാണ് ബ്രോ ചെയ്യേണ്ടത്, അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്ന് എനിക്ക് വിപിൻ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ വിപിൻ അത് പറഞ്ഞൊന്നും മടിച്ചില്ല. അങ്ങനെ അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. എല്ലാവരും മടിക്കാതെ നമ്മളോട് പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. കാര്യം കൂടെ ആൾക്ക് റിസൾട്ട് കിട്ടും എന്ന് പറയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതെ 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 അതെ, അത് കിട്ടിക്കഴിയാൻ നേരത്തെ രസം. പിന്നെ പൈസയല്ല, നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്കൊരു അഡിക്ഷനായി മാറുന്നത്. ഇപ്പൊ തന്നെ നമുക്ക്, ഞാനിപ്പോൾ ഈ അൻസലിന്റെ കാര്യം പറഞ്ഞ എനിക്ക് ഓരോരുത്തർക്ക് റിസൾട്ട് കിട്ടുന്ന കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പൈസയെ കാട്ടിയും ഭയങ്കര അടിപൊളിയാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മളിത് എല്ലാം മറക്കും, പൈസയുടെ കാര്യമൊക്കെ മറക്കും. പിന്നെ ഫുൾ ഇതപ്പം എൻ്റെ വാപ്പായും സിമിലർ ആണ്. വാപ്പ ഡോക്ടറാണ്. സോ അവര് ഒരുപാട് ഓപ്ഷൻസ് കിട്ടിയ ഒരാളാണ് വാപ്പായ്ക്ക്. വേറെ കൺട്രിയിൽ പോകാനും സെറ്റിൽ ആവാനും എല്ലാം കളഞ്ഞിട്ട് ഈ ബിലോ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യാനും മിഡിൽ ക്ലാസ് ആൾക്കാരെയും അധികമല്ല ഒട്ടും ചാർജ് ചെയ്യാതെ വളരെ ചെറിയ എമൗണ്ടിൽ ലോങ് അവേഴ്സ് വർക്ക് ചെയ്താണ് വാപ്പ ചെയ്യുന്നത്. കാരണം അതാണ് വാപ്പായ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. നിയാസ് വാപ്പായ്ക്ക് അതാണ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ വാപ്പ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യാണ്. അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റിൽ അതൊന്നും പിക്ക് ചെയ്തില്ല. അവർ ഈ ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെ ഓപ്ഷൻസ് വന്നിട്ടുണ്ടെന്ന് അറിയാം. നമ്മളെപ്പോഴും ചോദിക്കുന്നത്, അയ്യോ അത് എടുത്താൽ മതിയായിരുന്നു, ഇങ്ങനെയായിരുന്നു. വേണ്ട, സ്റ്റിൽ വർക്ക് ചെയ്ത് ആൾക്കാരെ തന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് റിലീജിയനിലും പറയുന്നുണ്ട്, നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണോ അവിടുത്തെ പബ്ലിക്കിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കണം. അതാണ്. അതെ അതെ അതെ, നമുക്ക് വേണ്ടി മാത്രമല്ല പബ്ലിക്കിന് വേണ്ടി എന്തെങ്കിലും ഉള്ള പോലെ. കാരണം ഇത്രയും ചെറുപ്പക്കാരായിട്ടുള്ള ഓൺടർപ്രണേഴ്സിന് ബ്രോ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് ആളുകൾ കുറേ ഇതിൽ പോയി ചാടുന്നുണ്ട് പല കാര്യത്തിൽ. അപ്പോൾ അവരൊക്കെ ഒരു പ്രോപ്പർ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് ബ്രോ ഗൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ അത് അവർക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക്. അതെ അതെ, അത് ഇപ്പം ഈ പറഞ്ഞത് തന്നെ. അവര് നമ്മളോട് ചോദിക്കണമെങ്കിൽ തന്നെ അവർക്ക് അങ്ങനെ തോന്നിക്കണം. പല ആൾക്കാരും അത് തോന്നിക്കുന്ന ഇല്ല. പല ആൾക്കാരും എന്താണ്, പാർട്ടിക്ക് പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, കറങ്ങി നടക്കുന്നത്, അവർ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. ഫ്യൂച്ചറിലത്തെ ഒരു സിനാരിയോ എന്തായിരിക്കും ആവാൻ പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരെ ഈ രീതിയിൽ തിങ്ക് ചെയ്ത് നമ്മളെടുത്തോട്ട് വന്ന് ചോദിക്കത്തെങ്കിലേ ഉള്ളൂ. ഒരു 14 വയസ്സുള്ളവരൊക്കെ വന്ന് നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന കാണുമ്പം എൻ്റെ ഏറ്റവും വലിയ അതിശയം അവരെവിടെ എത്തുന്നു എന്നുള്ളതൊന്നുമല്ല, 14 വയസ്സിൽ വന്ന് ചോദിച്ചില്ലേ നമ്മുടെ അടുത്ത്. അത് തന്നെ വലിയ കാര്യം. നമ്മളൊക്കെ 14 വയസ്സിൽ എന്താ ചെയ്തത്? അങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര ഷോക്കിങ്ങാ. ഈ ഏജിൽ അവർ അങ്ങനെ തിങ്ക് ചെയ്ത് തുടങ്ങി. അപ്പൊ അങ്ങനത്തെ യങ്സ്റ്റേഴ്സ് ഡെഫിനറ്റ്ലി നല്ല പൊസിഷനിലെത്തും, നമുക്കൊന്നും പേടിക്കാനില്ല. അതെ, അപ്പൊ അതിനൊക്കെ ഒരു കാരണം ഇപ്പൊ ഇൻസ്റ്റ ആണെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും പ്ലാൻഡ് അല്ല കേട്ടോ, തനിയെ അങ്ങ് സംഭവിച്ച് അങ്ങനെ അങ്ങ് ആയതാണ്. അല്ല ഈ ഒരു കാര്യം കാര്യങ്ങൾ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? നമ്മളങ്ങനെ അത് ഓൾറെഡി ആ ഒരു കറക്റ്റ്. ഇപ്പം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ, സോഫ്റ്റ് ലോഞ്ചിൻ്റെ സമയത്ത് ഒരു കോയിൻസിഡൻസ് പോലെ അതങ്ങനെ നടക്കുന്നതാണ്. അപ്പോൾ അതിന് നമ്മളൊരു ദൈവത്തിൻ്റെ ഒരു ഇതാവുന്നു എന്ന് മാത്രമേ. അല്ലെങ്കിൽ ഇത്രയും ആളുകളും ഒരു ക്ലാരിറ്റി കിട്ടാതെ പലരും ഇപ്പോൾ UK എൻ്റെ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പറയാറുണ്ട്, അവർക്കറിയില്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തിരിച്ചു വരണോ. അപ്പോൾ ഒരുപാട് അങ്ങനെ ക്ലാരിറ്റി ഇല്ല ലൈഫിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ബ്രോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു ലൈഫ് ചേഞ്ചിങ് പോലെ തന്നെയുള്ള കാര്യമാണ്. പക്ഷെ അപ്പോഴും അവർക്കൊരു സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്ന് UK അല്ലെങ്കിൽ ദുബായിലേക്കൊക്കെ വന്ന് ജോബ് സെർച്ച് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും ബ്രോക്ക്? അബ്രോഡ് കൺട്രീസിലേക്ക് പുറത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? നമ്മൾ യങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങളും എല്ലാം കാണും. നമ്മൾ ആ സമയത്ത് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരുടെയും
ഇഷ്ടങ്ങളും എല്ലാം മാറുന്ന ഒരു ടൈമാണ് കല്യാണം കഴിഞ്ഞ് കുട്ടികളാവാൻ നേരത്തെ എല്ലാവരുടെയും ചെയ്യുന്ന കാര്യങ്ങൾ കോമൺ ആയിട്ട് മാറും. അത് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചാൽ, അതായത് ആ ടൈം ആകുമ്പോഴത്തേക്ക് അയ്യോ വീട്, അയ്യോ വണ്ടി, ആ പേയ്മെൻ്റ് ഉണ്ട്, ഈ പേയ്മെൻ്റ് ഉണ്ട്, പിള്ളേരുടെ ചിലവ്, ഇതാണ് എല്ലാവർക്കും. കാരണം നമ്മളെല്ലാം ആണും പെണ്ണും ആണല്ലോ, എല്ലാവർക്കും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആ ഒരു ഏജ് കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അത് ഇപ്പോഴേ സോർട്ട് ചെയ്യാൻ വേണ്ടി ഇഫ് യു ഹാവ്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ, ഇഫ് യു ഹാവ് സംതിങ്, സം സോർട്ട് ഓഫ് മണി സൈഡിൽ കൂടെ വരുന്നുണ്ടെങ്കിൽ, പൈസ എല്ലാം സോൾവ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഓവർ 90% ഇഷ്യൂസ് സോൾവ് ചെയ്യാറുണ്ട്. അപ്പം ആ 90% കവറായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മളെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കി പോയാൽ മതി നമുക്ക്. അപ്പം അത് ആദ്യമേ സോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ കണക്ക് നമ്മളായിട്ട് ഒന്നും ചെയ്യാതെ എങ്ങനെയാണ് കുറച്ച് ഇൻകം സൈഡിൽ കൂടെ വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴേ ഫോക്കസ്, ആദ്യത്തെ ഒരു 5 വർഷം സമയം ചിലവാക്കിയാൽ പിന്നീടുള്ള വർഷങ്ങൾ നമുക്ക് സേവ് ചെയ്യാം. അല്ലെങ്കിൽ ഈ 5 വർഷം അടിച്ചു പൊളിച്ച് നടന്നാൽ മരിക്കുന്നത് വരെ അത് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരിക്കും. അത് ആദ്യമേ സെറ്റാക്കുക. അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് വല്ല വീടിൻ്റെ പേയ്മെൻറ്റ് കവർ ചെയ്യാനോ കാർ പേയ്മെൻറ്റ് കവർ ചെയ്യാനോ ഇങ്ങനെ കൊടുക്കും. ആ ഒരു സൈക്കിളിനകത്ത് പെട്ടു പോകുന്നതിന് മുന്നേ എന്തെങ്കിലും സൈഡിൽ കൂടെ ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും ആ ഒരു സിനാരി വരുന്നത് എപ്പോഴാണെന്നറിയോ? ജോലി നഷ്ടപ്പെടാൻ നേരത്തെ, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അപ്പോഴാണ് അയ്യോ ഇനിയിപ്പോൾ ആ പൈസയുടെ എന്ത്, ആ സമയത്താണ് ചെയ്തു തുടങ്ങുന്നത്. എല്ലാവരുടെയും മെയിൻ ഇഷ്യൂ എന്താണെന്നറിയോ? പൈസ കിട്ടുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ടൈം അപ്പോൾ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനത്തെ സമയം വരുമ്പോൾ. പേഴ്സണലി എനിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഒരു 6 months ഹോസ്പിറ്റലിൽ ആ സമയം വന്നപ്പോഴാണ് നമുക്ക് പ്രതീക്ഷിക്കാത്തത്. അതെ അതെ, പല ആൾക്കാരും സേവ് ചെയ്ത കാശിൽ നിന്ന് അല്ലെങ്കിൽ ബാക്കപ്പ് മണി എടുക്കും. അതിനൊരു അന്ത്യമുണ്ട്. ക്യാഷ് എപ്പോഴും തീരും. ഫോക്കസ് ഓൺ ക്യാഷ് ഫ്ലോ. കാശ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് 30 വീടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 30 വീട് വിറ്റാലും അതിൽ നിന്നൊരു കാശ് കിട്ടും, അതും ഉപയോഗിച്ചാൽ തീരും. നമുക്ക് വേണ്ടത് ക്യാഷ് ഫ്ലോ ആണ്. എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് കാശ് കയറണം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു മന്ത്ലി ഇൻകത്തിന് എന്തെങ്കിലും ശരിയാക്കി വെച്ചാൽ നമ്മൾ സ്പെൻഡ് ചെയ്താലും നമുക്ക് പേടിക്കണ്ട. വി നോ നെക്സ്റ്റ് മന്ത് മണി ഈസ് ഗോണ കം ഇൻ. പ്രസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നടന്നുകൊണ്ടിരിക്കണം. ആ രീതിയിൽ എന്താണെങ്കിലും ചെയ്തേ പറ്റൂ. ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഞാൻ വിൽക്കുന്ന അതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതെടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ ആ കാര്യം റിലേറ്റ് ചെയ്ത് ആരാണോ ചെയ്യുന്നത് അവരെ പോയി കണ്ടുപിടിച്ച് അവരുടെ കൂടെ കൂടി ആ കാര്യം ചെയ്യാം. അതെ, അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അല്ല ഞാൻ ഇതാണ് വിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും എടുക്കുക എന്ന് ഞാൻ പറയാം. നിങ്ങൾ രക്ഷപ്പെടുള്ളൂ അല്ല. അതെ, അതാണ് എല്ലാവരും ചെയ്യുന്നത്. ഞാൻ യോജിക്കുന്നില്ല അതുമായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് റിലേറ്റ് ചെയ്ത് അത് വർക്കൗട്ട് ആവുന്നത് വരെ അതങ്ങോട്ട് ചെയ്യുക. അത് ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കണം, സ്വന്തമായിട്ട് കരുത് കേട്ടോ. അതിൽ എക്സ്പെർട്ടായിട്ടുള്ള ആളെ കണ്ടുപിടിച്ച് അവരുടെ കൂടെ അങ്ങോട്ട് കൂടുക, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി നമ്മൾ വിൻ ചെയ്തിരിക്കും. ആ ഒരു ഇൻകം സൈഡിൽ കൂടെ വരികയാണെങ്കിൽ ഫ്യൂച്ചറിലുള്ള കാർ പേയ്മെൻറ്റും ഹൗസ് പേയ്മെൻറ്റും കല്യാണ സമയത്തുള്ള ടെൻഷനും ഹെൽത്ത് ഇഷ്യൂ വരുമ്പോഴുള്ളയും കുട്ടികളെ നോക്കുന്നതും ഇതൊന്നും ആലോചിച്ച് പേടിക്കണ്ട. ആ ഒരു വറി ഒഴിവായാൽ തന്നെ നമുക്ക് ആകെ സമയം സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാലമേ ഉള്ളൂ പേരൻസും ഫാമിലിയൊക്കെ ആയിട്ട്. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. എല്ലാവരുടെയും ഓട്ടം നാളെ ജോലിയുണ്ട്, രാവിലെ 8 മണിക്ക് എത്തണം, തിരിച്ചു വരണം. നമ്മളെ മെജോറിറ്റി ടൈം ജോലി സ്ഥലത്താണ്. ഫാമിലി കാണുന്നതിനെക്കാട്ടിയും കൂടുതൽ ജോലി സ്ഥലത്തെ ആൾക്കാരെയാണ് കാണുന്നത്. രാത്രി വീട്ടിൽ വന്നാൽ 1-2 മണിക്കൂർ കഴിഞ്ഞാൽ കിടന്നുറങ്ങും, പിന്നെ രാവിലെ പിന്നെയും അങ്ങോട്ടേക്ക് പോകും. ഈ റൊട്ടീനാണ്. ഫാമിലിയായിട്ടല്ല സമയം പോകുന്നത്. എല്ലാവരും ജോലി സ്ഥലത്താണ്. ജോലി ചെയ്യുന്ന എന്തിനാണ്? ഈ വീട്ടിലത്തെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പോകും. അപ്പോൾ നമ്മൾ ആക്ച്വൽ പർപ്പസ് വീട്ടിൽ വന്ന് നിൽക്കുക, അവിടുത്തെ കാര്യങ്ങൾ നടത്തുക എന്നുള്ള അത് അത് ആ ഒരു സിസ്റ്റം ഗവൺമെന്റ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വെച്ചാൽ എല്ലാവരും ഓൺടർപ്രണേഴ്സ് ആവണം എന്നല്ല പറയുന്നത്. ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കണം. പക്ഷെ സ്ട്രഗിൾ ചെയ്യരുത്. ഫാമിലിയായിട്ട് സമയം സ്പെൻഡ് ആക്കാൻ പറ്റണം. അതിനാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് പൈസ മാത്രം കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. എനിക്ക് അതിൽ നിന്ന് സമയവും സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളെ വാല്യൂസ് അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നമുക്കിപ്പം നമ്മളെ കൂടെ വന്നിരുന്ന് എല്ലാ മാസവും ഞാൻ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇത്ര പേയ്മെൻറ്റ് തരാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആ പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കയറും. പക്ഷെ ഞാൻ ഫാമിലി എടുത്ത് മാറ്റിയിട്ട് അവരുടെ കൂടെ നിൽക്കണം. ഞാൻ നോ ആണ്, ഡയറക്റ്റ്ലി നോ ആണ്. പൈസ തരാൻ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അതിൻ്റെ പുറകെ അല്ല പോകുന്നത്, വേറെ കാര്യങ്ങളാണ്. എല്ലാവരും വിചാരിക്കുന്നത് പൈസ 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 എന്നാണ് വിചാരിക്കുന്നത്. അതല്ല, ലൈഫിനൊരു പർപ്പസ് ഉണ്ട്. അതെ, അത് ചെയ്യാൻ പറ്റണം. പൈസ കിട്ടിയാലും സാധനങ്ങൾ വാങ്ങിക്കാമെന്നല്ലാതെ വേറൊന്നുമില്ല. അതിൽ നിന്ന് സമയം സേവ് ചെയ്യാൻ പറ്റണം ആ പൈസ ഉപയോഗിച്ചിട്ട്. പണ്ട് ഞാൻ ഈ പറഞ്ഞില്ലേ പൈസ ഇല്ലാഞ്ഞിട്ട് നടന്നാണ് പോകുന്നതെന്ന്. ഇപ്പം നമ്മൾ തിരിച്ചാ ചെയ്യുന്നത്. സമയം സേവ് ചെയ്യാൻ വേണ്ടി അത്ര 20 മിനിറ്റ് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ടാക്സി പിടിക്കും പൈസ സ്പെൻഡ് ചെയ്തിട്ട്. കാരണം ആ സമയത്ത് നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ സമയമാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. പണ്ട് തിരിച്ചായിരുന്നു. പൈസ ഇല്ലാത്തതുകൊണ്ട് ആ സമയത്താണ് നമ്മൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്.
സമയം സ്പെൻഡ് ചെയ്ത് പൈസ കിട്ടും. ഇപ്പം പൈസ സ്പെൻഡ് ചെയ്ത് സമയം പിടിക്കും. തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം വാല്യൂസ് മാറുന്നതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. അതിന് പൈസ വരുവാണെങ്കിൽ ഇത് നമുക്ക് പിക്ക് ചെയ്യാം, എന്ത് ഞാൻ എപ്പോൾ ചെയ്യണം. ഈ ഒരു സമയം മാറിയ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ ആ ഒരു പോയിന്റ് എവിടെയായിരുന്നു? അത് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അത് റാൻഡംലി ഇല്ലില്ല. അത് ഞാൻ പൊക്കി പറയുന്നല്ല. ഇടയ്ക്ക് വെച്ച് കുറേ നാള് നമ്മൾ UK ഭയങ്കര എക്സ്പെൻസാണ്. സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയാ സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ നോക്കിയില്ല. അപ്പം അത് നമ്മളെ എഫക്റ്റ് ചെയ്തില്ല. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് അറിയാൻ പറ്റിയത്. അതെ അതെ, ആ ഒരു ഫ്രീഡം ഫീൽ ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് എനിക്കത് റാൻഡംലി അറിഞ്ഞാണ്. അല്ലാതെ ഇത്ര അക്കൗണ്ടിലേക്ക് കാശ് ഇത്ര അക്കൗണ്ടിലേക്ക് കയറുന്നു അങ്ങനെ ഒരു ഫീലിംഗ് ആയിട്ടൊന്നുമില്ല. നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. വീട്ടിൽ ഉമ്മ വിളിച്ചു, എന്നാ ഒന്ന് നമുക്ക് നാട്ടിൽ പോയിട്ട് വരാം, നമുക്ക് പോയി കാണുക, അവർക്ക് ഒന്ന് ട്രാവൽ ചെയ്യണം, ഒരു റിലീജിയസ് പർപ്പസിന് സൗദി പോകണം, എന്നാൽ ഞാനത് സെറ്റാക്കി തരാം, നിങ്ങൾ പോയിട്ട് വാ. അവരിപ്പോൾ നാളെ വരുന്നുണ്ട്, ഞാൻ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ദുബായിൽ. അപ്പോൾ അവരിപ്പോൾ പോയേക്കാണ്. അപ്പം അതപ്പോൾ വണ്ടി എടുത്തത്. ഞാൻ ഇവിടെ ദുബായിൽ ഒരാൾ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ദുബായ് മാളിൽ പോയിട്ട് പ്രൈസ് ടാഗ് നോക്കാണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഫിനാൻഷ്യൽ. അതെ അതെ, അപ്പോഴാണെങ്കിലും നമുക്ക് എന്ന് വെച്ച് ഡസൻ മീൻ യു ഷുഡ് ബൈ എവറിത്തിങ്. നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കുക. ലൈക്ക് അല്ലാതെ എന്തും കംഫർട്ടാണോ നല്ലതാണോ വാങ്ങിക്കുക. ഐ എം വെയറിങ് എവറിത്തിങ് വെരി ചീപ്പ്. ഞാൻ നത്തിങ് എക്സ്പെൻസീവ്, ആണോ വേറെ എനിത്തിങ് എക്സ്പെൻസീവ്. ഞാൻ അങ്ങനെയാണ്. അപ്പം എനിക്ക് കാണാൻ ഇഷ്ടമാണോ ഇടാൻ കംഫർട്ടബിൾ ആണോ ഞാൻ വാങ്ങിക്കും, അത്രേ ഉള്ളൂ. കാണിക്കാനായിട്ട് നമ്മൾ അല്ലല്ല, കാണിക്കാനായിട്ടില്ല. ഇഷ്ടമുള്ളതാണെങ്കിൽ വാങ്ങിക്കും. പലരും സ്പെൻഡ് ചെയ്യുന്ന പല കാര്യത്തിലായിരിക്കും. ഞാൻ വസ്തുക്കളിൽ ഒന്നിനും ഞാൻ അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല. ഇല്ല അതെ അതെ, അതുണ്ട്. ചില ആൾക്കാർക്ക് ഫുൾ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിക്കണം. ഇഫ് ദാറ്റ് മേക്സ് ദം ഹാപ്പി ദേ ക്യാൻ ബൈ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഞാൻ ഇട്ട് പുറത്തു പോയി നിന്ന് ഒരാളെ കാണിച്ചതാണ് ഞാൻ ഡ്രസ് ഇട്ടേക്കുന്നത് കാണിക്കാനല്ല. അവരെ അത് സന്തോഷിപ്പിക്കുമെങ്കിൽ വാങ്ങിക്കാം. നമ്മളാണെങ്കിലും അതിനൊരു രീതിയുണ്ട്. ഈ ലോകത്ത് ആരും ഇല്ലെങ്കിലും നമ്മൾ ആ സാധനം വാങ്ങിക്കുകയോ ഇല്ലയോ എന്ന് നോക്കണം. നമ്മളത് ഫൈനാൻഷ്യലി അഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കണം. നമ്മളത് ഫൈനാൻഷ്യലി അഫക്റ്റ് ചെയ്തില്ലെങ്കിൽ വാങ്ങിക്കാം. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. അതെ അതെ, ഈ ലോകത്ത് ആരും നമ്മൾ വാങ്ങിച്ച സാധനം കണ്ടില്ലെങ്കിലും നമ്മളത് തന്നെ വാങ്ങിക്കുമെങ്കിൽ യു ക്യാൻ ബൈ. അതാണ് എൻ്റെ ഒരു പോളിസി. പിന്നെ ബ്രോക്ക് നമുക്കത് നമ്മുടെ ഓഡിയൻസിനോട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് എങ്ങനെയായിരിക്കും? ഞാൻ ഫിനാൻഷ്യൽ അഡ്വൈസ് തരാൻ ക്വാളിഫൈഡ് അല്ല. എന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മളെ പരിചയം വെച്ച് പറഞ്ഞാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇനിഷ്യലി നമ്മളെ ലൈഫിൽ യു ഹാവ് ടു സ്പെൻഡ് ടൈം ടു മേക്ക് മണി. ജോലിക്ക് പോയാലേ പൈസ കിട്ടൂ. ആ ജോലി പോകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ വരുന്നത്. ആ സ്ട്രഗിൾ വരുന്നതിന് മുന്നേ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്ത് ഇപ്പോഴേ ഒരു സർട്ടൺ എമൗണ്ട് സേവ് ചെയ്തോ മാറ്റി വെച്ചോ, അത് വെച്ച് എന്തെങ്കിലും സം സോർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുക. ഞാൻ പേഴ്സണലി സ്റ്റോക്കിലൊന്നും ഇടാൻ പറയുന്ന ആളല്ല. നല്ലതാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ നടന്നു പോകണം. ഇപ്പം മന്ത്ലി ക്യാഷ് അക്കൗണ്ടിൽ കയറണം. 30 വർഷം കഴിഞ്ഞിട്ടല്ല, ഇപ്പം അക്കൗണ്ടിൽ ക്യാഷ് കയറണം. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഒബ്വിയസ്ലി ദെയർസ് നോ ക്വിക്ക് മണി. സോ ലേൺ എ ഹൈ ഇൻകം സ്കിൽ. ഒരു കാര്യം ചെയ്യാൻ നേരത്തെ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു പ്ലംബർ നമ്മളെ വീട്ടിൽ വരുന്നു. പ്ലംബർ പറയുന്നു 1 മണിക്കൂറത്തേക്ക് ഞാൻ ചാർജ് ചെയ്യുന്നത് 500 രൂപയാണ്. നമുക്കറിയില്ല അയാൾക്ക് എത്ര സമയമെടുക്കും അയാൾക്ക് ആ പണി തീർക്കാനായിട്ട്. അയാൾ ചിലപ്പോൾ 5 മണിക്കൂർ എടുക്കും, 2500 കൊടുക്കേണ്ടി എടുക്കും. മറ്റൊരു പ്ലംബർ പറയുന്നു ഞാൻ ഈ ഇഷ്യൂ, നിങ്ങളെ പ്ലംബിങ് ഈ ഇഷ്യൂ സോർട്ട് ചെയ്യാൻ ഞാൻ ചാർജ് ചെയ്യുന്നത് 1500 രൂപയാണ്. അപ്പം എത്ര വലിയ ഇഷ്യൂ ആണെങ്കിലും ഞാൻ 1500 രൂപയ്ക്ക് സോർട്ട് ചെയ്യും. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ സമയം എടുക്കുന്നത്, സമയം ട്രേഡ് ചെയ്താണ് മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു വൺ ഓഫ് ഫീ ആണ്. ആ ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഓൾവേസ് ചാർജ് ഫോർ എ സർവീസ്. സമയത്തിന് പൈസ വാങ്ങിക്കരുത്, മനസ്സിലായില്ലേ? അയാൾക്ക് ചിലപ്പോൾ 2 മിനിറ്റ് മതിയായിരിക്കും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. അയാൾക്ക് ഈ പറഞ്ഞ 2000 രൂപയും കിട്ടും. 2 മിനിറ്റ് അയാൾ ചെയ്തിട്ട് പോകും, മനസ്സിലായില്ലേ? അപ്പം എപ്പോഴും അതെ, അതിനുവേണ്ടി ആ ഒരു സർവീസിനായിട്ട് ഒരു ഫീ വാങ്ങിക്കുക. അപ്പം പ്ലംബിങ് അതൊരു ഹൈ ഇൻകം സ്കില്ലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല ഇൻകം ഉണ്ടാക്കുന്ന പ്ലംബേഴ്സിനൊക്കെ എനിക്കറിയാം UK. അതുപോലത്തെ ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പം വിപിൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, വിപിൻ്റെ ആഡ്സീക്ക് കമ്പനിയുടെ പേരിൽ ഞങ്ങളെ സോഷ്യൽ മീഡിയ എനിക്കിപ്പോൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്, വിപിൻ അത് മാനേജ് ചെയ്ത് തരാം. ഓൾസോ ഞങ്ങളെ വെബ്സൈറ്റും ഇതും എല്ലാം സോർട്ട് ചെയ്ത് കറൻലി ഇത് ബ്രോയിനിപ്പോൾ ഇത്തിരി വീക്കായിട്ട് വിപിന് കാണുന്നുണ്ട്, ആ കാര്യം സെറ്റാക്കി തരാം. ഞാൻ ചാർജ് ചെയ്യുന്നത് 20,000 ദിർഹംസ് ആണ് എന്ന് വേണം വിപിൻ പറയാനായിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ സമയത്തിനുള്ളിൽ ഞാൻ ചെയ്തു തരുന്നു, അങ്ങനെയല്ല. അതെ, അങ്ങനല്ല. അപ്പം അത് ആ ഒരു കൺസൾട്ടേഷനുള്ള ഫീസാണ് വിപിൻ ചാർജ് ചെയ്യുന്നത്.
ആ രീതിയിൽ കാര്യങ്ങൾ. അപ്പോൾ വിപിന് എന്തുകൊണ്ട് ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? വിപിന്റെ സ്കില്ലാണ്. സോ വിപിന് ഒരു ഹൈ ഇൻകം സ്കില്ലുണ്ട്. അതുപോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലുണ്ടായിരിക്കണം എപ്പോഴും. പ്ലംബിങ്ങോ ഇലക്ട്രിക്കലോ. അതുപോലെ ഞാൻ കോണ്ടന്റ് ക്രിയേഷനെ പറ്റിയിട്ട് 1-to-1 സെക്ഷൻസ് കൊടുക്കാനായിട്ട് അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു നമുക്കതൊരു ഗ്രൂപ്പായിട്ട് ഈ കോഴ്സസ് ആണ് കുറച്ചും കൂടി പറ്റിയത്. വിപിന്റെ എക്സ്പെർട്ടീസ് അതാണ്. വിപിൻ എങ്ങനെയാണ് ഇത്രയും വലുതായത്? ലൈക്ക് ബാക്കിയുള്ളവർക്ക് ആഗ്രഹമുണ്ട്, മനസ്സിലായില്ലേ? ഫോളോവേഴ്സിനെ ബേസ്ഡ് ആണെങ്കിൽ വാല്യൂ അത്രയും ഇന്ററാക്ഷൻ ഉണ്ട്. എത്രമാത്രം റീച്ചാണുള്ളത്? അതിനെക്കാട്ടി ഫോളോവേഴ്സ് ഉള്ള എനിക്ക് പോലും വിപിന്റെ അത്രയും റീച്ച് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ വിപിന്റെ അത്രയും റീച്ച്, ആൾക്കാരായിട്ട് അത്രയും കണക്ഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു റീച്ച് കിട്ടുന്നത്? എങ്ങനെയാണ് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുന്നത്? എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫോളോവേഴ്സിനേക്കാളും നമ്മൾ ആ ഡെയിലി നമ്മൾ അവരുടെ പ്രസൻസ് കാണിക്കുന്നത് ഒരു ഘടകമാണ്. അതെ. അപ്പോൾ വിപിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പം യു ഹാവ് മെനി തിങ്സ് ടു ടെൽ ടു അതർ പീപ്പിൾ. ഓരോരുത്തർക്കും ഇരുത്തി പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ വാട്ട് ഡു യു ഗ്യാദർ സറൗണ്ടിങ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഒന്നിച്ച് വിപിന്റെ മെസ്സേജ്. കാരണം വിപിൻ ഒരു ഹൈ ഇൻകം സ്കില്ലുള്ള ആളാണ്. വിപിന് ഒരു വലിയൊരു സ്കില്ലുണ്ട്. ഓരോരുത്തർ ഒരു 10 ആൾക്കാരുടെ അടുത്ത് ഓരോ മണിക്കൂർ വെച്ച് പറഞ്ഞു കൊടുത്താൽ ഇറ്റ്സ് ഗോണ ടേക്ക് യു 10 hours. സോ വാട്ട് ഡു? അത്രയും 10 ആൾക്കാരെ കൂട്ടി 1 മണിക്കൂറിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. മനസ്സിലായില്ല? ആ രീതിയിൽ ഒരു സർവീസ് വേണം വിപിൻ പ്രൊവൈഡ് ചെയ്യും. കാരണം മറ്റ് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആവണം, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഗ്രോത്ത് കിട്ടണം. അവിടുന്ന് വിപിൻ ചെയ്യുന്ന പോലെ മാർക്കറ്റിംഗ് സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യുന്നത് ആർക്കും അറിയില്ല. സോ വാട്ട് ഡു? ആരപ്പ ചെയ്യുന്നത്? വിപിൻ ചെയ്യുന്നുണ്ട്. സോ ദേ വിൽ കം ടു വിപിൻ ആൻഡ് ദെൻ ആസ്ക് യു. അപ്പോൾ വിപിന്റെ ടൈം വാല്യുബിൾ ആണ്. സോ വിപിന് ഓരോ ആൾക്കാർക്കും ഇരുന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വിപിൻ ഗ്രൂപ്പായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. കാരണം അതാണ് വിപിന്റെ സ്കില്ല്. മനസ്സിലായി? അപ്പോൾ ആൾക്കാർ അതിനനുസരിച്ച് വിപിന്റെ അടുത്തേക്ക് വരും. അപ്പോൾ ആ രീതിയിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. കാരണം ഇൻക്ലൂഡിങ് മൈസെൽഫ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അറിയാനായിട്ട്. എനിക്കും പേഴ്സണലി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്ലാൻ ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അന്ന്. അപ്പോൾ അതെന്തായാലും മുന്നോട്ട് തന്നെ ചെയ്യണം ഡെഫിനറ്റ്ലി. കാരണം എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി ഒരുപാട് ആൾക്കാർ ജസ്റ്റ് ഒന്ന് റീല് വിപിൻ അന്ന് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഒരുപാട് പേര്. അപ്പം ദേ ആർ എക്സ്പെക്ടിങ് ദാറ്റ് ഫ്രം യു. അവരെയൊക്കെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു കമന്റ്സ് അങ്ങനെ ലൂസൻ്റ് ആയിട്ട് അങ്ങനെ കിടക്കരുത്. അവർ ചോദിച്ചാണ് നമ്മളവർക്ക് പ്രൊവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അവരെല്ലാം അവിടെയും വരുന്നുണ്ട് ഓട്ടോമേഷൻ. ഈ ആൾക്കാരെ എല്ലാം നമുക്ക് ഈ മെനിചാറ്റിൽ കയറിയാൽ ഒരു ടാഗ് കിട്ടും. ടാഗ് ചെയ്ത് അവർക്കെല്ലാം ഒന്നിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അതായത് ഓൾറെഡി കമന്റ് അടിച്ച് കഴിഞ്ഞ ആൾക്കാരെ മെനിചാറ്റിൽ കയറിയാൽ വിപിന് അവരെല്ലാവരെയും കാണാൻ പറ്റും. അവരെല്ലാം കൂടെ ഒറ്റ ടാഗ് ഇട്ട് കഴിഞ്ഞാൽ വിപിന് ഒരു മെസ്സേജ് അയച്ചാൽ എല്ലാവർക്കും ആ മെസ്സേജ് പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ 10,000 ആൾക്കാർക്ക് എടുത്ത് മെസ്സേജ് നടപ്പുള്ള കാര്യമാണോ? അത് ഞാൻ വിചാരിച്ചത് വീഡിയോയിൽ ആ സമയത്ത് കമന്റ് ചെയ്യുന്നവർക്ക് ഓട്ടോമാറ്റിക് പോകുമായിരുന്നു. പക്ഷെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയും പിടിക്കാൻ നമുക്ക് പറ്റൂല. അതെനിക്കറിയാം, പുതിയൊരു ഇൻഫർമേഷൻ ആണ്. ബ്രോ, അപ്പോൾ ഇതിൽ എങ്ങനെ അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നത്? ഇങ്ങനെ ഇൻസ്റ്റാ കാര്യങ്ങളിലൊക്കെ അപ്ഡേറ്റ് ആയിട്ടിരിക്കാനായിട്ട് എൻ്റെ ഫൈനാൻഷ്യലി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതും എനിക്ക് താല്പര്യമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ വി കീപ്പ് ഓൺ സെർച്ചിങ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെടുത്തോട്ട് വരുമല്ലോ. പിന്നെ എനിക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ ഐ നെവർ ട്രൈ ടു ഫിഗർ ഔട്ട് മൈസെൽഫ്. എന്നെക്കാട്ടി നല്ലപോലെ ചെയ്യുന്ന ഒരാളെ ഞാൻ പിടിക്കും. ഞാൻ നേരെ അവരോട് ചോദിക്കും. അതാണ് എൻ്റെ ഒരു പോളിസി. എനിക്ക് സമയം കളയാൻ വയ്യ. ഞാൻ ക്വിക്കായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് പേഴ്സണലി. ഓക്കെ. അപ്പം നമ്മുടെ ഈ ഓഡിയൻസിന് ആരെങ്കിലും ബ്രോനെ കണക്ട് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രനർ, അവർക്ക് ബ്രോൻ്റെ മെൻറ്റർഷിപ്പ് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കണക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഓൾറെഡി ഇൻകം ഉള്ള ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ആൾക്കാർക്കും ഓൾറെഡി ഇൻകം കിട്ടുന്ന ആൾക്കാർക്കും നമ്മൾ റീൽസിലൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പം തന്നെ അവർക്ക് കുറേ വാല്യൂ കിട്ടും. അത് വെച്ച് ഇഫ് ദേ ക്യാൻ ഡു ഇറ്റ് ദംസെൽവ്സ് ദേ ക്യാൻ ഡു. ഫർദർ ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ അവിടെ എല്ലാം ഓട്ടോമേഷൻ വെച്ചിട്ടുണ്ട്. അത് ഈ കൊടുത്തേക്കുന്ന പോലെ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി യു വിൽ കം. യെസ്, ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ഇത് വരാറുണ്ട്. അത് ഞാൻ ഐ തിങ്ക് ബ്രോ അത് ഓൾറെഡി അത് ചെയ്തു. അത് നമ്മൾ മുമ്പ് ചെയ്തതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. അതായിരിക്കും തനിയെ ട്രിഗറായിട്ട് വരുന്നത്. നമ്മൾ ഒരിക്കലും എനിക്ക് കമൻറ്റ് ചെയ്യാൻ നേരത്തെ ഓക്കെ ഒന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ കൂടുതൽ ഇൻകം ജനറേറ്റ്, അതായത് ഹൈ എൻഡ് ബിസിനസ് ഓണേഴ്സ് നമ്മളെടുത്ത് വരാൻ നേരത്തെയും നമ്മൾ ഒരു പേയ്മെൻറ്റ് മേക്ക് നമ്മൾ മെൻറ്റർഷിപ്പ് നമ്മൾ കൊടുക്കാറില്ല. കാരണം നമ്മളെ വാല്യൂ ആയിട്ട് ഒത്തു പോകണം. അപ്പോൾ നമ്മളെ റീൽസിൽ ഇൻട്രാക്ട് ചെയ്യുന്നതാണോ ഫുൾ കാര്യങ്ങൾ പറഞ്ഞു. അതെ. അല്ലാതെ നമ്മൾ പേയ്മെൻറ്റ് തന്നാലും നമ്മൾ എടുക്കാറില്ല. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അവർ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ റീൽസിലൊക്കെ എൻഗേജ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മെൻറ്റർഷിപ്പൊക്കെ വേണ്ടവർക്ക് തനിയെ എടുക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഓട്ടോമേഷൻ അതിനകത്തേക്കായിരിക്കും എൻ്റെ അപ്പ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി. പക്ഷെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പേയ്മെൻറ്റ് മേക്ക് ചെയ്താലും നമ്മുടെ അടുത്തേക്ക് വരുന്നൊരു ഓപ്ഷൻ നമ്മൾ വെച്ചിട്ടില്ല. കാരണം
നമുക്ക് എല്ലാവരെയും എടുക്കാൻ താല്പര്യമില്ല. കാരണം ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യണം കറക്റ്റായിട്ട് കാര്യങ്ങൾ. അവർ വെറുതെ നമുക്ക് പേയ്മെന്റ് മേക്ക് ചെയ്തിട്ട് അവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ പേയ്മെന്റ് വെച്ച് റിസൾട്ട് കിട്ടാത്ത ആളായിട്ട് മാറും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉറപ്പായിട്ട് ആക്ഷൻ എടുക്കും എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കാറുള്ളൂ. അല്ലാതെ നമ്മൾ എടുക്കാറില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചത് കണക്ട് ചെയ്യണമെങ്കിൽ എന്താണ് അതിനൊരു ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇന്ററാക്ട് ചെയ്താൽ നമ്മൾ ഒരിക്കലും ഒരു ഡയറക്റ്റ് കോൺടാക്ട് നമ്മൾ എവിടെയും കൊടുത്തിട്ടില്ല. അതെ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ഞാൻ എവിടെയും കൊടുത്തിട്ടില്ല. ഇല്ല, കാരണം ഞാൻ ഈ പറഞ്ഞ കണക്ക് സെലക്റ്റഡ് ആയിട്ട് അതെ വളരെ സെലക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ആൾക്കാരെ പിക്ക് ചെയ്യുന്നത്. എനിക്ക് യു ക്യാൻ കം ആൻഡ് മേക്ക് എ പേയ്മെന്റ്, ഞങ്ങൾ നോക്കിക്കോളാം, അങ്ങനെ ഒരു സാധനം നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേയ്മെന്റ് മേക്ക് ചെയ്യണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണമെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. അങ്ങനെ തന്നെ നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്ര സമയം സ്പെൻഡ് ചെയ്തു, ഇത്ര തിരക്കിൻ്റെ ഇടയിലും അദ്ദേഹത്തിനോട് വരാനും നമ്മുടെ അടുത്ത ഈ ഒരു പോഡ്കാസ്റ്റ് തരാനും സാധിച്ചത് എനിക്ക് തോന്നുന്നു ഓട്ടോമേഷൻ ഒരു അതെ നമ്മൾ അതൊരു ഞാൻ വെറുതെ പറഞ്ഞതല്ല, കാര്യം നമ്മളിപ്പോൾ ഉള്ള ബിസിനസ് ഓണേഴ്സിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ഇപ്പോൾ ഈവൻ എനിക്കാണെങ്കിലും തോന്നിയിട്ടുള്ള പല കാര്യങ്ങളാണ്, നമുക്കതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ സമയത്തിൽ ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത മുഹമ്മദ് സാറിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ ബിസിനസ്. താങ്ക് യു സോ മച്ച്. എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. ഡെഫിനറ്റ്ലി. താങ്ക് യു.